ഗുഡ് ഈവനിങ്. അപ്പം നമ്മൾ ഇൻസ്പയർ ടെക്നിക്കൽ PSCയുടെ AMVയുടെ ഓട്ടോമൊബൈൽ എന്നുള്ള പോർഷനിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലച്ചിനെ കുറിച്ചാണ്. ക്ലച്ച് നമ്മൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിവിഷൻ ആയിട്ട് ഇതിനെ കണ്ടാൽ മതി. അപ്പൊ ആ റിവിഷൻ ഇതിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കുക. നമുക്ക് പറ്റുന്നത് ഇപ്പൊ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ക്ലിയർ ചെയ്യും, അതില്ലെങ്കിൽ അതിനുശേഷം ക്ലിയർ ചെയ്യുന്നതായിരിക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാവരും പഠിത്തത്തിന്റെ ആ ഒരു ഇതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു. കുറെ എക്സാമുകളൊക്കെ കഴിഞ്ഞു. മെക്കാനിക്കൽ കുറെ എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ അതിന്റെ തിരക്കിലായിരുന്നു. അപ്പൊ വീണ്ടും എക്സാമുകളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ പഴയ നമ്മുടെ യാത്രയിലേക്ക് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോ കഴിഞ്ഞ എക്സാം ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് ഈസി ആയിട്ടുണ്ടാവാം. എനിവേ, എങ്ങനെയൊക്കെ ആണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പുതിയ ഇതിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ പുതിയ ഇതിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നമുക്ക് കോമ്പറ്റീഷൻ അറിയാലോ. ഇപ്പോഴത്തെ ഒരു രീതിയിലുള്ള കോമ്പറ്റീഷൻ, നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പഠനം നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ മാത്രമേ ഈ ഇതിലേക്ക് നമുക്ക് കയറാം. ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി എന്നുള്ളതിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ എക്സാമുകളിൽ നമ്മൾ കണ്ടു ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ ആണ്. അതൊന്നും നമ്മൾ നോക്കണ്ട, നമുക്ക് ഒരു ജോലിയെ ആവശ്യമുള്ളൂ. പിന്നെ കഴിഞ്ഞ ഇതിൽ നമ്മൾക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ലിസ്റ്റിൽ കയറുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. ലിസ്റ്റിൽ കയറാനൊക്കെ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിൽ കുറെ ലിസ്റ്റുകൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആദ്യത്തെ അഡ്വൈസിൽ ജോലി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ആവേണ്ടത്. അപ്പൊ ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് ആരും പഠിക്കരുത്. ലക്ഷ്യം, അതായത് ആദ്യത്തെ എത്ര അഡ്വൈസ്, ഫസ്റ്റ് അഡ്വൈസിൽ വരുമ്പോൾ ആ അഡ്വൈസിൽ നമുക്ക് ജോലിക്ക് കയറണം. അപ്പൊ ആ ഒരു മെന്റാലിറ്റി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള പഠനം മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോ ക്ലച്ച് എന്നതിലേക്ക് നമ്മൾ പഠിച്ച സംഗതികളാണ്. പഠിച്ചത് ഒന്നുകൂടി നമ്മളൊന്ന് റിവൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളും കൂടെ ചെയ്യും. അതിനൊപ്പം തന്നെ അതിനുള്ള ക്ലിയർ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യുകയും കൂടി ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവരും ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഒന്ന് മെസ്സേജിലോ അല്ലെങ്കിൽ ഒന്ന് തംസ് അപ്പ് കാണിക്കുക, ഒന്ന് എന്തെങ്കിലും ചെയ്യണേ. നിങ്ങളായിട്ടൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ശരി ശരി ശരി, താങ്ക് യു. ഷാന സമീതുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ 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 ശരി. അപ്പൊ ക്ലച്ച് എന്തിനു വേണ്ടി നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നത്? ക്ലച്ച് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ക്ലച്ചിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തെ കുറിച്ചാണ്. അതായത് എഞ്ചിനിൽ ഒരു പവർ ഉത്പാദിപ്പിക്കുന്നു. ഈ ഉത്പാദിപ്പിച്ച പവർ നമുക്ക് എവിടേക്ക് എത്തിക്കണം? നമുക്ക് വീലുകളിലേക്ക് എത്തിക്കണം. എന്നാലും നമ്മുടെ ചക്രം ഉരുളുകൊള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ഈ എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതായത് എഞ്ചിനിൽ ഉത്പാദിപ്പിക്കുന്ന പവർ വീലിലേക്ക് എത്തിക്കുന്ന ആ ഒരു വഴീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ആദ്യത്തെ സാധനമാണ് ഏതെന്നുള്ളത് ക്ലച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഇതിവിടെ നമ്മൾ കണ്ട ഒരു ബോഡിയുടെ ഒരു ഷാസിയാണ് നമ്മൾ കൂടെ കാണിച്ചിരിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ പറയും ചേസ്, അല്ലെങ്കിൽ ചേസ്, ഷാസി എന്നൊക്കെ നമ്മൾ പേര് പറയാറുണ്ട്. ശരിക്കും ശരിയായിട്ടുള്ള അതിന്റെ പ്രൊണൗൺസിയേഷൻ ഷാസി എന്നാണ്. അപ്പൊ ഈ ഷാസിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഷാസി എന്ന് പറഞ്ഞാൽ, ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വണ്ടി ഓടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, നിരത്തിൽ ഓടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ളതിനാണ് നമ്മൾ എന്താ പറയുക? ചേസ് അല്ലെങ്കിൽ ഷാസി എന്ന് പറയുക. നമുക്ക് സാധാരണ ഒരു ധാരണയുണ്ട്, ചേസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സ്ട്രക്ചർ മാത്രമാണ് എന്നുള്ളൊരു, ഈ കാണുന്ന ഈ സ്ട്രക്ചർ മാത്രമാണ്, അല്ലെ ഈ കാണുന്ന സ്ട്രക്ചർ മാത്രമാണ് ധാരണ നമുക്കുണ്ട്. ശരിക്കും അതല്ല. എന്താണ് ഷാസി എന്ന് പറയുന്നത്? എഞ്ചിൻ ഉണ്ടാവണം, അതിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം ഉണ്ടാവണം, വീലുകൾ ഉണ്ടാവണം, ബ്രേക്ക് ഉണ്ടാവണം, പിന്നെ അതുപോലെ സ്റ്റിയറിംഗ് സിസ്റ്റം ഉണ്ടാവണം, അതുപോലെ ഫ്യൂൽ ടാങ്ക് ഉണ്ടാവണം, ഇലക്ട്രിക്കൽ സിസ്റ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഇത്രയേ ഉള്ള, അതായത് ബോഡി വേണം നിർബന്ധമൊന്നുമില്ല, ഇരിക്കാൻ സീറ്റ് വേണം നിർബന്ധമൊന്നുമില്ല, അതായത് മറ്റുള്ള പാസഞ്ചേഴ്സ് ഇരിക്കാനോ അല്ലെങ്കിൽ മറ്റ് ബോഡി കാര്യങ്ങൾ വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ള, നിങ്ങളിതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ ഇതിന്റെ ഈ ചേസ് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടാവും. വലിയ വണ്ടിയുടെയൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ബോഡി ചെയ്യാണ് ചെയ്യുക, ബസ്, ലോറി അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ അത് ഓടിച്ചുകൊണ്ട് വരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഷാസി മാത്രമായിട്ട് ഓടിച്ചുകൊണ്ട് വരുന്നത്, കമ്പനിയിൽ നിന്ന് നേരിട്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഷാസി. അപ്പൊ ഷാസി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എത്തേണ്ട രൂപം ഏതാണ്? ആ ഓടിച്ചുകൊണ്ട് വരുന്ന സാധനം. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? അതിനകത്ത് എന്തൊക്കെ ഓടിക്കാൻ വേണ്ടി എന്തൊക്കെ സാധനം ആവശ്യമുണ്ടോ അതെല്ലാം അതിനകത്ത് ഉണ്ടാവണം. അപ്പൊ ഇതാണ് ഷാസി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷാസി ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവിടെ എഞ്ചിൻ ഉണ്ട്. ഈ എഞ്ചിന്റെ ഇവിടുന്ന് ഈ എഞ്ചിനുള്ള പവർ നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി, ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി എവിടേക്ക് എത്തും? വീലുകളിലേക്ക് എത്തും, അല്ലെ? ഡിഫറൻഷ്യലിലേക്ക് എത്തും, ഡിഫറൻഷ്യലിൽ നിന്ന് വീലുകളിലേക്ക് എത്തും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എഞ്ചിനിൽ നിന്ന് ഈ ഗിയർ ബോക്സിന്റെയും ഇടയ്ക്ക്, എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെ ഇടയ്ക്ക്, എഞ്ചിൻ എന്നുള്ള പവർ ഗിയർ ബോക്സിൽ എത്തിക്കുന്നതിന്റെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്നുള്ളത് ക്ലച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ക്ലച്ച്.
അപ്പൊ ഈ ക്ലച്ചിന്റെ സാധാരണ എപ്പോഴും അധികം കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ക്ലച്ച് ഈസ് പൊസിഷൻഡ് ഇൻ ബിറ്റ്വീൻ. ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് എവിടെ വെച്ചിരിക്കുന്നത്? പൊസിഷൻ ബിറ്റ്വീൻ ഗിയർ ബോക്സിനും അല്ലെങ്കിൽ ഫ്ലൈവീലിനും ഇടയ്ക്കാണ് ശരിക്കും പറഞ്ഞാൽ, ആക്ച്വലി പറഞ്ഞാൽ. പക്ഷെ സാധാരണ ക്വസ്റ്റ്യനിൽ അധികം കാണുക എപ്പോഴായിരിക്കും എന്തായിരിക്കും? എഞ്ചിനും ഗിയർ ബോക്സിനും ഇടയ്ക്കുന്നതായിരിക്കും കാണുക. എഞ്ചിനും അല്ലെങ്കിൽ ഗിയർ ബോക്സിനും ഇടയ്ക്കുന്നതാണ് അധികം ക്വസ്റ്റ്യനിൽ കാണുക. ഇനി അവരൊന്ന് ഡീപ്പായിട്ട് പോയി ചോദിക്കണമെങ്കിൽ എവിടെയായിരിക്കും ഉണ്ടാവുക? ഈ ഗിയർ ബോക്സിന്റെയും ഫ്ലൈവീലിന്റെയും ഇടയ്ക്കാണ് ശരിക്കും എന്തുള്ളത് ക്ലച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, നമുക്ക് ക്വസ്റ്റ്യനിലേക്കുള്ള ഒരു പോർഷൻ ആണ് അടുത്ത് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ലച്ച് ഈസ് ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ക്ലച്ച് ആണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻസ്മിഷൻ സിസ്റ്റം പറഞ്ഞാൽ എഞ്ചിനിലുള്ള പവർ എവിടേക്ക് എത്തിക്കണം? വീലുകളിലേക്ക് എത്തിക്കണം. അപ്പൊ ഒരു കാരണവശാലും നമ്മൾ ചിന്തിക്കരുതോ എഞ്ചിൻ ഇല്ലാതെ പവർ എത്തിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എഞ്ചിൻ എന്നുള്ള പവർ ആണല്ലോ നമ്മൾ എടുക്കേണ്ടത്, അതുകൊണ്ട് എഞ്ചിൻ ആയിരിക്കുമല്ലോ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് ചിന്തിക്കരുത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞത് ഏതായിരിക്കും? ക്ലച്ച് ആയിരിക്കും. ഇതിന്റെ ഈ ഭാഗത്ത് കാണുന്നതായിരിക്കും ക്ലച്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഏതായിരിക്കും? ക്ലച്ച് ആയിരിക്കും. അപ്പൊ ഇത് എവിടെയുണ്ട് വെച്ചിരിക്കുന്നത്? ഇൻ ബിറ്റ്വീൻ. ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലൊന്ന് ഓർമ്മ, ഈ ഭാഗമാണ് ഈ ഭാഗമാണെന്നുള്ളത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക, ഈ ഭാഗം. അപ്പൊ ഇൻ ബിറ്റ്വീൻ എവിടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? എഞ്ചിന്റെയും ഗിയർ ബോക്സിന്റെയും ഇടയിലാണ് ഏതെന്ന് പറയുന്നത് ഈ ക്ലച്ച് വെച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, ജസ്റ്റ് ഞാൻ റിവൈൻഡ് ചെയ്യുന്നുള്ളൂ. ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇതിന്റെ അടുത്ത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഫംഗ്ഷൻ ആണ്. എന്താണ് ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ക്ലച്ചിന്റെ ഫംഗ്ഷൻ? ക്ലച്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഈ എഞ്ചിൻ ഒരു പവർ ഉത്പാദിപ്പിക്കുന്നുണ്ട് അല്ലെ? എഞ്ചിൻ ഒരു പവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉത്പാദിപ്പിക്കുന്ന പവർ ഈ എഞ്ചിൻ ഒരു പവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഈ ഉത്പാദിപ്പിക്കുന്ന പവർ മുഴുവൻ സമയം നമുക്ക് എവിടേക്ക് വേണ്ട? വീലുകളിലേക്ക് വേണ്ട. മുഴുവൻ സമയം നമുക്ക് വീലുകളിലേക്ക് വേണ്ട. അല്ലെങ്കിൽ മുഴുവൻ സമയം നമുക്ക് ഇത് എവിടേക്ക് വേണ്ട? ഗിയർ ബോക്സിലേക്ക് വേണ്ട. അല്ലെങ്കിൽ പ്രൊപ്പൽ ഷാഫ്റ്റ് മുഴുവൻ സമയം പ്രൊപ്പൽ ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കേണ്ട. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ, അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ പുറകിലേക്കുള്ള, അതായത് ഗിയർ ബോക്സുമായിട്ടുള്ള എഞ്ചിന്റെ ബന്ധം വിച്ഛേദിക്കാനോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനോ, മലയാളത്തിൽ പറഞ്ഞാൽ വിച്ഛേദിക്കാനോ അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനോ, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിസെൻഗേജ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? ക്ലച്ച് ഉപയോഗിക്കുക. അപ്പൊ ആവശ്യമുള്ള സമയങ്ങളിൽ എഞ്ചിൻ എന്നുള്ള പവർ എവിടേക്ക് എത്തിക്കണം? ഗിയർ ബോക്സിലേക്ക് എത്തിക്കണം. ആവശ്യമില്ലാത്ത സമയത്ത് അത് ഒഴിവാക്കും വേണം. എന്ത് ചെയ്തിട്ട്? ഈ എഞ്ചിൻ പ്രവർത്തിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ. ഓക്കെ, ക്ലിയർ ആണല്ലോ? എഞ്ചിൻ നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ പവർ ഓഫ് ചെയ്യാം അല്ലെ? എഞ്ചിൻ ഓഫ് ചെയ്യാതെ പവർ എങ്ങോട്ട് വരില്ല? ഗിയർ ബോക്സിലേക്ക് വരില്ല. അപ്പൊ എഞ്ചിൻ ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഈ പവർ കട്ടാക്കണം. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഏതെന്ന് പറയുന്നത്? ഈ ക്ലച്ച് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പവർ എങ്ങോട്ട് എടുക്കണം? ഈ ഗിയർ ബോക്സിലേക്ക് എടുക്കണം. അത് ഓഫ് ചെയ്യാതെ തന്നെ, എൻഗേജ് ചെയ്യാതെ തന്നെ. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഏത് ഉപയോഗിക്കുക? ഈ ക്ലച്ച് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുക. അപ്പൊ പിന്നെ അടുത്ത പിന്നെ ക്ലച്ചിന്റെ ഉപയോഗം എന്ന് പറയുന്നത് എന്തിനാണ്? ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി. ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളൊരു ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചോ. ഒരു ഫാൻ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു പേനയോ എന്തെങ്കിലും എടുത്ത് എറിയാന്ന് വെച്ചോ. എന്താ സംഭവിക്കുക? കടപടകടപടെ എന്ന് പറഞ്ഞതെല്ലാം എന്ത് ചെയ്യും? ആ പേന പൊട്ടിപ്പോവും അല്ലെ? അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് പെട്ടെന്ന് ഒരു സാധനം എൻഗേജ് ചെയ്യാനോ പെട്ടെന്ന് സാധനം അതിനകത്ത് ഇൻവോൾവ് ചെയ്യിക്കാനോ ശ്രമിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യണമെന്നില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുക? നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുക. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിലേക്ക് നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഗിയർ ഒന്നിലെ ഡൗൺ ചെയ്യാനോ അല്ലെങ്കിൽ അപ്പ് ചെയ്യാനോ നമുക്ക് ഉപയോഗിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ട് ഗിയർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? ഈ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലിയർ അല്ലേ? ഞാൻ പറയുന്നതിൽ സ്പീഡ് കൂടുതലോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നത് പറയണം. സ്പീഡ് കുറയ്ക്കാനോ അങ്ങനെ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ക്ലച്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. എന്ത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്? എന്ത് ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ്. ഏതാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് വർക്ക് ചെയ്യുന്നത്? ഈ ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഫ്രിക്ഷനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുക? ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് മറ്റൊരു വസ്തു ചേർത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കറങ്ങിക്കൊണ്ടിരുന്ന വസ്തു എന്ത് ചെയ്യും?
ഇതിന് ഇവിടെ ഒരു സ്ലിപ്പ് വരുന്നില്ലെങ്കിൽ, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കറങ്ങുമ്പോൾ അവിടെ സ്ലിപ്പ് വരുന്നില്ലെങ്കിൽ, സ്ലിപ്പ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ സ്ലിപ്പ് വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മറ്റു ഏതാണോ വസ്തു ഇതിനോട് ടച്ചിങ്, അതായത് കോൺടാക്റ്റിൽ വന്നിരിക്കുന്നത്, ആ വസ്തുവിനെ കൂടി ഇത് കൂട്ടി കറക്കാൻ ശ്രമിക്കും. അതായത് ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷാഫ്റ്റിലുള്ള പവർ മറ്റൊരു ഷാഫ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആവും. അതായത് ആ ഷാഫ്റ്റും കൂടി കറങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ ആണ് ഏതിൽ ഉപയോഗിക്കുന്നത്? ക്ലച്ചിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിലേക്ക് ഒരു ഫ്രിക്ഷൻ, ഒരു വസ്തുവിനെ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നാൽ ആ കോണ്ടാക്റ്റിൽ കൊണ്ടുവരുന്ന വസ്തുവും ഏതിന്റെ ഒപ്പം കറങ്ങാൻ തുടങ്ങും? ആ കറങ്ങിക്കൊണ്ടിരുന്ന വസ്തുവിന്റെ അതേ സ്പീഡിൽ അതേ രീതിയിൽ കറങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു തത്വമാണ് ഏതിൽ ഉപയോഗിക്കുന്നത്? ക്ലച്ചിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് തത്വമാണിത്? ഫ്രിക്ഷൻ ആണ് അല്ലെ? ഫ്രിക്ഷൻ. രണ്ട് വസ്തുക്കൾ തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ, അതായത് ഫ്രിക്ഷൻ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു വസ്തുവിനുണ്ടാവുന്ന എന്ത് മാറ്റങ്ങളും, അതായത് ഒരു മോഷൻ, ആ മോഷൻ ഏത് വസ്തുവിലും പ്രതിഫലിക്കും? മറ്റൊരു വസ്തുവിലും, ആ കോണ്ടാക്റ്റിൽ ഇരിക്കുന്ന വസ്തുവിലും പ്രതിഫലിക്കും. ഈ പ്രിൻസിപ്പിൾ ആണ് ഏതിലും യൂസ് ചെയ്യുന്നത്? ക്ലച്ചിൽ യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പൊ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? ഫ്രിക്ഷൻ ആണ് ക്ലച്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഇനി ഈ ഫ്രിക്ഷൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനൊക്കെ കോണ്ടാക്റ്റിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബാക്കി നമ്മുടെ എല്ലാ ക്ലാസിഫിക്കേഷനും വരുന്നത്. ക്ലച്ചിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം നമ്മൾ വരുന്നത് ഈ ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഈ ഫ്രിക്ഷനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ എങ്ങനെയൊക്കെ ഇതിനോട് കോണ്ടാക്റ്റിൽ കൊണ്ടുവരണം, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ചെയ്യണത്? ഇതിന്റെ ക്ലച്ചിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഓക്കെ, അപ്പൊ ഫ്രിക്ഷൻ എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക. ഫ്രിക്ഷൻ ആണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. മെയിൻ ഇമ്പോർട്ടന്റ് ആണ് ഫ്രിക്ഷൻ എന്നുള്ളത്. ക്ലച്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫ്രിക്ഷൻ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഫ്രിക്ഷൻ ഇല്ലാത്തത് വേണമെങ്കിൽ ഉണ്ടോന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏതാ നമ്മൾക്ക് പറയാം? ഫ്ലൂയിഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പറയാം അതിനകത്ത് ഫ്രിക്ഷൻ അല്ല, അതിനകത്തുള്ള നമുക്ക് ഡീപ്പായിട്ട് ചിന്തിച്ചാൽ ഫ്രിക്ഷൻ അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനകത്ത് വേണമെങ്കിൽ കൈനറ്റിക് എനർജി ആണെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ ഒരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ, എന്താണ് ക്ലച്ചിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഏതായിരിക്കും ആൻസർ? ഫ്രിക്ഷൻ തന്നെയായിരിക്കും. ഓക്കെ, അതായത് സാധാരണ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്നത് സാധാരണയായിട്ട് സാധാ ക്ലച്ചുകളുടെ കാര്യങ്ങളാണ്, സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ക്ലച്ചുകളുടെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആൻസർ ഏതേ വരുള്ളൂ? ഈ ഫ്രിക്ഷൻ എന്നുള്ളതാണ് ആൻസർ വരും. ഓക്കെ, വെറ്റ് ക്ലച്ച് അല്ല. വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് പറയാം വെറ്റ് ക്ലച്ച് എന്താണ്, ഡ്രൈ ക്ലച്ച് എന്താണ് ഞാൻ പറയാം. വെറ്റ് ക്ലച്ച് ഇപ്പൊ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് വരും, അന്നേരം ഞാനത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ അല്ലേ? നമ്മൾ രണ്ടിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം വെറ്റ് ക്ലച്ച് എന്താണ്, ഡ്രൈ ക്ലച്ച് എന്താണെന്ന് പറഞ്ഞുതരാം. ഇനി അടുത്ത ഒരു ക്ലച്ചിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഒരു ക്ലച്ച് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങൾ വരും എന്നുള്ളതാണ്. ഒന്നാമത്തെ വരുന്നതാണ് ക്ലച്ച് പ്ലേറ്റ്, രണ്ടാമത്തെയാണ് ക്ലച്ച് ലൈനിങ്, അടുത്തത് പ്രഷർ പ്ലേറ്റ് ഉണ്ട്, കോയിൽ സ്പ്രിംഗ് ഉണ്ട്, റിലീസ് ബിയറിംഗ് ഉണ്ട്, ക്ലച്ച് ലിങ്കേജുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ഓരോന്നിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇത്രയും കമ്പോണൻസ് ആണ് ഇതിനകത്തുള്ളതെന്ന് നോക്കുക. ക്ലച്ച് പ്ലേറ്റ് ഉണ്ട്, ക്ലച്ച് ലൈനിങ് ഉണ്ട്, പ്രഷർ പ്ലേറ്റ് ഉണ്ട്, കോയിൽ സ്പ്രിംഗ് ഉണ്ട്, റിലീസ് ബിയറിംഗ് ഉണ്ട്, ക്ലച്ച് ലിങ്കേജ്. അപ്പൊ ഓരോന്നിനെ കുറിച്ച് നമുക്ക് നോക്കാം, ഓരോന്ന് എന്താണെന്ന്. അപ്പൊ ഇതാണ് ഒരു ക്ലച്ച്. നമുക്ക് അഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ക്ലച്ച് അഴിച്ചു നോക്കി നമുക്ക് കാണാൻ പറ്റുന്ന പാർട്സുകൾ ഇതൊക്കെയാണ്. ഇതിനകത്ത് നമുക്ക് ഈ കാണുന്നതാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. ഫ്ലൈ വീലിൽ ഇവിടെ കുറച്ച് ടീത്തുകൾ ഉണ്ടല്ലോ. ഈ ടീത്തുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമ്മൾ പഠിച്ചാണ്. ഒന്ന് കമന്റ് ചെയ്യാവോ ഈ ടീത്തുകൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള? ഈ ഫ്ലൈ വീലിൽ ഇവിടെ കാണുന്ന ടീത്തുകൾ എന്തിനു വേണ്ടിയിട്ടാന്നുള്ള ഒന്ന് കമന്റ് ചെയ്യാവോ? നമ്മളൊക്കെ ഓർത്ത് വെക്കുന്നുണ്ടോ? ഫ്ലൈ വീലിന്റെ എന്തിനാണ് വേണ്ടിയിട്ടാ? സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്? അതായത് സ്റ്റാർട്ടിങ് മോട്ടറിന്റെ ടീത്തുകൾ എൻഗേജ് ചെയ്യുന്ന എവിടെയാണ്? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ കമന്റുകൾ വരുന്നുണ്ട്, ആരും മറന്നുപോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മനസ്സിലാക്കാം. സ്റ്റാർട്ടിങ് മോട്ടറിന്റെ നമുക്ക് ഈ ടീത്തുകൾ ഏതിലാണ് എൻഗേജ് ചെയ്യുന്നത്? ഈ ഫ്ലൈ വീലിന്റെ ഈ ടീത്തിലാണ് എൻഗേജ് ചെയ്യുന്നത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞു. ഈ ഫ്ലൈ വീലിലേക്കാണ് നമ്മൾ ഏത് കണക്ട് ചെയ്തത്? ഇതിന്റെ കവർ പ്ലേറ്റ് ബോൾട്ട് ചെയ്തിരിക്കുന്നത്, അതായത് കവർ ബോൾട്ട് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ കവർ, ക്ലച്ചിന്റെ കവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് ആണ്. അപ്പൊ ഈ കവർ പ്ലേറ്റ് ബോൾട്ട് ചെയ്തിരിക്കുന്നത് ഏതിലേക്കാണ്? ഈ ഹോളുകൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലുള്ള കുറച്ച് ഹോളുകൾ ഉണ്ട്, അതിനകത്തേക്ക് സ്ക്രൂ ചെയ്ത് വെക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫ്ലൈ വീല് കറങ്ങുമ്പോൾ ഏതും കറങ്ങിക്കൊണ്ടിരിക്കും? ഈ കവർ പ്ലേറ്റും കറങ്ങിക്കൊണ്ടിരിക്കും, ഈ കവർ പ്ലേറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഈ ഫ്ലൈ വീലിലേക്ക് ഈ കവർ പ്ലേറ്റ് ബോൾട്ട് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് ബോൾട്ട് ചെയ്തതായതുകൊണ്ട് ഫ്ലൈ വീല് കറങ്ങുന്ന ഏത് സ്പീഡാണോ, അല്ലെങ്കിൽ ഫ്ലൈ വീൽ എങ്ങനെയാണോ കറങ്ങുന്നത് അതേപോലെ തന്നെ ഈ കവർ പ്ലേറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തത്
ഇനി ഇതിനകത്ത് ഇതാണ് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ക്ലച്ച് പ്ലേറ്റ് അല്ലെങ്കിൽ ഇതിന് പുറത്തുള്ള ക്ലച്ച് ലൈനിങ് എന്ന് പറയും. ഈ ലൈനിങ് ആണ് ക്ലച്ച് പ്ലേറ്റ് ആണിത്. ക്ലച്ച് പ്ലേറ്റിന്റെ പുറത്താണ് നമ്മൾ ഈ രണ്ട് സൈഡിലാണ് ലൈനിങ് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതിന്റെ നടുഭാഗത്തായിട്ട് എന്തുണ്ട്? കുറച്ച് സ്പ്ലൈൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഒരു ഷാഫ്റ്റ് എങ്ങോട്ട് പോകുന്നത്? നമ്മുടെ ഗിയർ ബോക്സിലേക്ക് പോകുന്നത്. ഈ സ്പ്ലൈൻസിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഷാഫ്റ്റ് ഗിയർ ബോക്സിന്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ഈ ഷാഫ്റ്റിലും എന്തുണ്ട്? സ്പ്ലൈൻസ് കട്ട് ചെയ്തിട്ടുണ്ടോ? സ്പ്ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ ഇങ്ങനെ വെട്ടുപോലെ, അതായത് ഇതിനകത്ത് കൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ആക്സിലായിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. ആക്സിലായിട്ട് മുന്നോട്ടും പുറകോട്ടുള്ള ഒരു മൂവ്മെന്റ്, ഷാഫ്റ്റിന്റെ ഒരു ചെറിയ മൂവ്മെന്റ് നമുക്ക് അലോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഏത് യൂസ് ചെയ്യാം? സ്പ്ലൈൻസ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത് അല്ലെ? ഇന്റേണൽ സ്പ്ലൈൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഷാഫ്റ്റിന് എന്തുണ്ടാവും? എക്സ്റ്റേണൽ സ്പ്ലൈൻസ് ഷാഫ്റ്റിൽ ഉണ്ടാവും. അപ്പൊ ഇത് രണ്ടും കൂടി ഉള്ളിലേക്ക് മുന്നോട്ടും പുറകോട്ടുള്ള ഒരു മൂവ്മെന്റ് ഇതിനകത്ത് നടത്താൻ പറ്റും. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ ഒരു മൂവ്മെന്റ് നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ ഈ മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് എന്തിനു വേണ്ട മൂവ്മെന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നിന്നാണ് ഷാഫ്റ്റ് പോണെന്ന് തോന്നി. എവിടേക്ക് കണക്ട് ഇല്ല? ഷാഫ്റ്റ് എവിടേക്ക് കണക്ട് ആയിട്ടില്ല? ഫ്ലൈ വീലുമായിട്ട് കണക്ട് ഇല്ല. എവിടെ തൊട്ടേ ഷാഫ്റ്റ് തുടങ്ങുന്നത്? ഈ ക്ലച്ച് പ്ലേറ്റിൽ നിന്നാണ് ഷാഫ്റ്റ് തുടങ്ങുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലച്ച് പ്ലേറ്റിൽ നിന്ന് ഷാഫ്റ്റ് തുടങ്ങും. ഇത് എവിടേക്കാണ് ഈ ഷാഫ്റ്റ് പോകുന്നത്? അതായത് ഈ ക്ലച്ച് പ്ലേറ്റിൽ നിന്ന്, അതായത് ഇവിടുന്ന് ഈ ഷാഫ്റ്റ് ഇവിടുന്ന് ഈ ഷാഫ്റ്റ് ഈ ക്ലച്ച് പ്ലേറ്റിൽ നിന്ന് ഷാഫ്റ്റ് തുടങ്ങും. എവിടേക്ക് പോകുന്നു? ഈ കവർ പ്ലേറ്റ് കൂടെ കടന്ന് ഈ കവർ പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് കടന്ന് ഇതിങ്ങനെ പുറത്തേക്ക് പോവാണ്. എങ്ങോട്ട് പോകുന്നു? ഗിയർ ബോക്സിന്റെ ഉള്ളിലേക്ക് പോകുന്നു. ഗിയർ ബോക്സിന്റെ ഉള്ളിലേക്ക് ഈ ക്ലച്ച് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ ഷാഫ്റ്റ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ഓർത്ത് വയ്ക്കും. ക്ലച്ച് ഷാഫ്റ്റ് എന്നാണ് ഈ ഷാഫ്റ്റിന് പറയാ. ക്ലച്ച് എന്ന് തുടങ്ങുന്ന ഷാഫ്റ്റ് എവിടം വരെ പോകുന്നു? ഗിയർ ബോക്സിന്റെ ഉള്ളിൽ വരെ പോകുന്നു. അപ്പൊ ഈ ഷാഫ്റ്റ് തുടങ്ങുന്ന ഇതിനകത്ത് ഇതിലിങ്ങനെ സ്പ്ലൈൻസ് ഉണ്ടാവും. ഈ ഷാഫ്റ്റിലും ഇങ്ങനെ സ്പ്ലൈൻസ് ഉണ്ടാവും ഇങ്ങനെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ഷാഫ്റ്റ് ഇതിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു മൂവ്മെന്റ് ഉണ്ട്. എവിടേക്ക്? ഈ ഷാഫ്റ്റിന്റെ ഈ ക്ലച്ച് പ്ലേറ്റിന്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു മൂവ്മെന്റ് ഈ ഷാഫ്റ്റിന് മുന്നോട്ടും പുറകോട്ടും ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതാണ്. ഇതിന്റെ പേരാണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ പേരാണ് പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റ്. ഇത് കവർ പ്ലേറ്റ്, കവർ. ഇനി അടുത്തത് ഇത് നമ്മൾ പറഞ്ഞു ഫ്ലൈ വീല്. ഇത് നമ്മൾ പറഞ്ഞു ഇതിന്റെ മുകളിൽ കാണുന്ന ഈ മഞ്ഞ കളർ കാണുന്നത് അതിന്റെ ലൈനിങ് ആണ്. ഇത് ആ ലൈനിങ് പിടിപ്പിച്ചിരിക്കുന്നത് പ്ലേറ്റിന്റെ പേരാണ് ഏതെന്ന് പറയുന്നത്? ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ക്ലച്ച് പ്ലേറ്റ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇതാണ് കോയിൽ സ്പ്രിങ്. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്? ഈ ഷാഫ്റ്റ് ഇതിൽ കണക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഈ ഫ്ലൈ വീല് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫ്ലൈ വീൽ ഈ ഷാഫ്റ്റിന് കറക്കം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഫ്രിക്ഷൻ വഴിയാണ് നടക്കണേന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഒരു ക്ലച്ച് പ്ലേറ്റിനെ ഏതുമായിട്ട് അമർത്തി വെക്കണം? ഈ ഫ്ലൈ വീലിന്റെ ഫേസിലേക്ക് ഈ ഭാഗത്ത് കാണുന്ന ഈ ഫേസിലേക്ക് ഈ ക്ലച്ച് പ്ലേറ്റ് അമർന്നിരിക്കണം അല്ലെ? അങ്ങനെ അമർന്നിരിക്കുമ്പോൾ ഈ ക്ലച്ച് പ്ലേറ്റിന്റെയും ഈ ഫ്ലൈ വീലിന്റെ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ രൂപപ്പെടും. അത് ഹൈ ഫ്രിക്ഷൻ ആയിരിക്കും. അപ്പൊ ഹൈ ഫ്രിക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയലാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഏതൊക്കെ മെറ്റീരിയൽ നമ്മൾ അടുത്ത ഇതിൽ പറയാം. അപ്പൊ അങ്ങനെ ഹൈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഈ ഫ്ലൈ വീൽ കറങ്ങുന്ന അതേപോലെ തന്നെ ഏതും കറങ്ങും? ഈ ക്ലച്ച് പ്ലേറ്റും കറങ്ങാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ? ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങാൻ തുടങ്ങും. അപ്പൊ ക്ലച്ച് പ്ലേറ്റിലാണ് ഏത് സ്പ്ലൈൻസ് വഴിയായിട്ട് ഏത് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്? ഈ ഷാഫ്റ്റ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനോടൊപ്പം ഏത് കറങ്ങാൻ തുടങ്ങും? ഈ ഷാഫ്റ്റും കറങ്ങാൻ തുടങ്ങും. അപ്പൊ ഫ്ലൈ വീൽ കറങ്ങണ അതേപോലെ തന്നെ ഏത് കറങ്ങാൻ തുടങ്ങും? ഈ ഷാഫ്റ്റ് കറങ്ങാൻ തുടങ്ങും. അപ്പൊ ഈ ഷാഫ്റ്റിന്റെ കറക്കം എവിടം വരെ എത്തും? ഗിയർ ബോക്സിന്റെ ഉള്ളിൽ വരെ എത്തും. ഗിയർ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് നമ്മൾ ഗിയറുകളും ടീത്തുകൾ ഉപയോഗിച്ചിട്ട് അതിനെ എവിടേക്ക് കൊണ്ടുപോകും? നമ്മുടെ ഡിഫറൻഷ്യലിലേക്ക് അല്ലെങ്കിൽ പ്രൊപ്പല്ലർ ഷാഫ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോകും. അപ്പൊ അത് നമുക്ക് അടുത്ത സെക്ഷനിൽ പഠിക്കാം. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇവിടെ നിന്നുള്ള കറക്കം എങ്ങനെ ഗിയർ ബോക്സിൽ എത്തുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതിനോട് ചേർന്നിരിക്കണം. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇവിടുന്ന് ഈ ഫ്രിക്ഷൻ കാരണം ഈ ഫ്ലൈ വീൽ കറങ്ങുന്ന അതേപോലെ ഏത് കറങ്ങുള്ളൂ? ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുള്ളൂ. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? ഈ ഷാഫ്റ്റിന് ഇതുമായിട്ട് ഈ ഭാഗങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് ഈ പ്രഷർ പ്ലേറ്റുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കവർ പ്ലേറ്റുമായിട്ടോ യാതൊരു ബന്ധവും. ഇവിടെയൊക്കെ എന്ത് ചെയ്തിട്ട് കൊടുത്തേക്കാണ്? ബിയറിംഗ് കൊടുത്തേക്കാണ്. ആ ബിയറിംഗിന്റെ ഉള്ളിൽ കിടന്നാണ് ഇത് കിടന്ന് കറങ്ങണമെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ അവിടെ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ കവർ പ്ലേറ്റും ഈ ഷാഫ്റ്റുമായിട്ട് യാതൊരു ബന്ധമില്ല. അവിടെ ബിയറിംഗ് കൊടുത്തിട്ടുണ്ട്. ആ ബിയറിംഗിന്റെ ഉള്ളിൽ കിടന്ന് ഈ ഷാഫ്റ്റ് കറങ്ങുന്നുള്ളൂ. അതായത് കവർ പ്ലേറ്റ് കറങ്ങുമ്പോൾ ഷാഫ്റ്റ്
കറങ്ങണമെന്ന് നിർബന്ധമില്ല. മനസ്സിലാവുന്നു? ക്ലിയർ ആയല്ലോ? അതായത് ഈ ക്ലച്ച് എൻഗേജ് ആയിരിക്കുമ്പോഴും ഡിസെൻഗേജ് ആയിരിക്കുമ്പോഴും നമ്മൾ ക്ലച്ച് പെഡലിൽ നമ്മൾ കാലമർത്തി ചവിട്ടുമ്പോഴും റിലീവ് ചെയ്യുമ്പോഴും, അതായത് കാല് നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഏത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും? എഞ്ചിൻ വർക്കിംഗ് ആണെങ്കിൽ ഏത് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും? ഈ ക്ലച്ചിന്റെ കവർ പ്ലേറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഏത് കറങ്ങുന്നത് നിർബന്ധമില്ല, ഈ ഷാഫ്റ്റ് കറങ്ങണം നിർബന്ധമില്ല. കാരണം ആ ഷാഫ്റ്റിന്റെ അവിടെ എന്തായിരിക്കും? ഷാഫ്റ്റിന്റെ അവിടെ ബിയറിംഗ് ആയിരിക്കും. ആ ബിയറിംഗിന്റെ ഉള്ളിൽ കിടന്ന് ബിയറിംഗ് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിന് അവിടെ യാതൊരു പിടുത്തവും വരുന്നില്ല. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? അത് ഒന്നുകൂടെ പറയണോ? ഈ ഇത്രയും കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യോ? ക്ലിയർ ആണോ? അതോ ഒന്നും കൂടി പറയണോ? ഒന്നുകൂടി പറയണം. ഓക്കെ, ശരി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഷാനാണ് പറഞ്ഞത് ഒന്നുകൂടി പറയണം, ഒന്നുകൂടി വേണം. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഫ്ലൈ വീലിന്റെ പുറത്തേക്ക് ഏത് കൈ കവറ് എന്ത് ചെയ്തിരിക്കുന്നു? ബോൾട്ട് ചെയ്തിരിക്കുന്നു. അതായത് ഈ കവറ് ഈ ഫ്ലൈ വീലിന്റെ ഈ ഹോളുകളിലേക്ക് ബോൾട്ട് അപ്പ് ചെയ്തിരിക്കുന്നു. ക്ലിയർ ആണല്ലോ? ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചുറ്റുവട്ടം ബോൾട്ട് ചെയ്തിട്ടുണ്ട്. ബോൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്ലൈ വീൽ എങ്ങനെ കറങ്ങണോ അതേപോലെ തന്നെ ഏതും കറങ്ങും. ഈ ക്ലച്ച് കവറും കറങ്ങും. ക്ലിയർ ആണല്ലോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്യാവോ ഇത്രയും ക്ലിയർ ആണെങ്കിൽ? ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ക്ലിയർ ആയി. ഓക്കെ, ശരി ശരി. അപ്പോ ഞാൻ പറഞ്ഞു ഈ ഫ്ലൈ വീല് എഞ്ചിൻ വർക്കിങ്ങിലാവുമ്പോ, എഞ്ചിൻ ഓൺ ആവുമ്പോ, എഞ്ചിൻ സ്റ്റാർട്ടിങ്ങിലാവുന്ന സമയത്ത് ഫ്ലൈ വീല് കറങ്ങും. ഫ്ലൈ വീലിന്റെ ഒപ്പം എന്ത് കറങ്ങിക്കൊണ്ടിരിക്കും? ഈ കവർ പ്ലേറ്റും കറങ്ങിക്കൊണ്ടിരിക്കും. ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഇതാണ് നമ്മുടെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറഞ്ഞത്. ഈ ക്ലച്ച് പ്ലേറ്റിന്റെ നടുക്ക് ഒരു സ്പ്ലൈൻസ് ഉണ്ട്, ഒരു ഷാഫ്റ്റ്, ഒരു ഹബ് ഉണ്ട്. ഈ ഹബിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലൈൻസ് ആണ്. അപ്പൊ ഈ സ്പ്ലൈൻസിന്റെ ഉള്ള ഒരു ഷാഫ്റ്റ് കയറ്റിയിട്ടിരിക്കുന്നതാണ്, ഒരു ഷാഫ്റ്റ്. അതിനകത്തും എന്തുണ്ട്? സ്പ്ലൈൻസ് ഉണ്ട്. സ്പ്ലൈൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്നില്ലേ വിചാരിക്കുന്നു? സ്പ്ലൈൻസ് ക്ലിയർ ആണല്ലോ? സ്പ്ലൈൻസ് എന്താണെന്നുള്ള ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? സ്പ്ലൈൻസ് എന്താണെന്നുള്ളത് ക്ലിയർ അല്ലേ? ഒന്ന് മെസ്സേജ് ചെയ്യോ. സ്പ്ലൈൻസ് എന്താന്നുള്ളത് ക്ലിയർ അല്ലേ എല്ലാവർക്കും? മെസ്സേജുകളൊന്നും വരുന്നില്ലല്ലോ. യെസ്, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സുഹൈല് ക്ലിയർ ആണോ? സ്പ്ലൈൻസ് എന്താന്നുള്ള ക്ലിയർ ആയോ? സ്പ്ലൈൻസ് എന്താന്നുള്ളത് ക്ലിയർ ആയോ? സോണറ്റിന് ക്ലിയർ ആയി. ഓക്കെ, സുഹൈൽ ഓക്കെ, ക്ലിയർ. ഓക്കെ. അപ്പൊ ഈ സ്പ്ലൈൻസ് ഇതുകൊണ്ട് ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഒരു ഡിസ്ക് കറങ്ങും, അതായത് ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുകയാണെങ്കിൽ എന്തും കറങ്ങിക്കോളും? ഈ ഷാഫ്റ്റും കറങ്ങിക്കോളും. ഇത്രയും ക്ലിയർ ആണോ? ഈ സ്പ്ലൈൻസിലാണ് ഈ ഷാഫ്റ്റ് കയറി കിടക്കുന്നതുകൊണ്ട് ഈ ഡിസ്ക് കറങ്ങുകയാണെങ്കിൽ ഏതും കറങ്ങും. അതായത് ക്ലച്ച് ഡിസ്ക് ഞാൻ ഉദ്ദേശിച്ചത് ക്ലച്ച് പ്ലേറ്റ് കറങ്ങുകയാണെങ്കിൽ ഏതും കറങ്ങിക്കോളും? ഈ ഷാഫ്റ്റും കറങ്ങിക്കോളും. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? യെസ്, ഓക്കെ ഓക്കെ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഈ പ്ലേറ്റിനെ കറക്കണം, അതായത് ക്ലച്ച് പ്ലേറ്റിനെ കറക്കണം. ക്ലച്ച് പ്ലേറ്റിനെ കറക്കണമെങ്കിൽ ക്ലച്ച് പ്ലേറ്റ് ഏതുമായിട്ട് ടച്ച് ആവണം? ഇവിടെ കറങ്ങുന്ന ഒരേ ഒരു സാധനമുള്ളൂ. ഏതായിട്ട്? ഒന്നുമില്ലെങ്കിൽ കവർ പ്ലേറ്റുമായിട്ട് ടച്ച് ആവണം, അല്ലെങ്കിൽ ഏതുമായിട്ട് ടച്ച് ആവണം? ഈ ഫ്ലൈ വീലുമായിട്ട് ടച്ച് ആവണം. അതേസമയം നമുക്ക് രണ്ടുമായിട്ട് ടച്ച് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാം. അതായത് കവർ പ്ലേറ്റുമായിട്ടും അല്ലെങ്കിൽ ഇതുമായിട്ട് ടച്ച് ആക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ പ്ലേറ്റിനെ ഈ ഫ്ലൈ വീലിന്റെ ഫേസിലേക്ക് തള്ളിപ്പിടിക്കും. അതായത് ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലിന്റെ ഫേസിലേക്ക് തള്ളിപ്പിടിച്ചോളൂ. അങ്ങനെ തള്ളിപ്പിടിച്ചിരുന്ന സമയത്ത് ഇതുമായിട്ടൊരു കോണ്ടാക്ട് വരും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഈ ഒരു സ്പ്രിങ് കണ്ടോ? അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ പ്രഷർ പ്ലേറ്റ് എന്ത് ചെയ്യും? ഈ സ്പ്രിങ് ഇതിന്റെ ഇടയിലാണുള്ളത്. കവർ പ്ലേറ്റിന്റെയും ഈ പ്രഷർ പ്ലേറ്റിന്റെ ഇടയിലാണുള്ളത്. ഈ കവറിന്റെയും ഈ പ്രഷറിന്റെ ഇടയ്ക്കാണ് ഈ സ്പ്രിങ് ഉള്ളത്. ക്ലിയർ ആയോ? അത്രയും. അപ്പൊ ഈ സ്പ്രിങ്ങിന്റെ പ്രഷർ കാരണം എന്ത് ചെയ്യും? ഈ ക്ലച്ച് പ്ലേറ്റ്, ഈ പ്രഷർ പ്ലേറ്റിലെ ഈ സ്പ്രിങ്ങിന്റെ പ്രഷർ ഇത് നമുക്ക് എങ്ങോട്ടും മാറിപ്പോകില്ല. കാരണം എന്താ? ഇത് ഓൾറെഡി ഇവിടെ ബോൾട്ടപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ഈ ഫ്ലൈ വീലിൽ ബോൾട്ടപ്പ് ചെയ്ത് വെച്ചേക്കാണ് കവർ പ്ലേറ്റ്. ഇനി ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്പ്രിങ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ സ്പ്രിങ് വെക്കുമ്പോൾ ഈ സ്പ്രിങ്ങിന്റെ പ്രഷർ ഏതുമിലേക്ക് എക്സൈറ്റ് ആവുള്ളൂ? ഈ പ്രഷർ പ്ലേറ്റിലേക്ക് എക്സൈറ്റ് ആവുള്ളൂ. അപ്പൊ ഈ പ്രഷർ പ്ലേറ്റ് ഏതിൽ ടച്ച് ആയി നിൽക്കും? ഈ ക്ലച്ച് പ്ലേറ്റിലേക്ക് ടച്ച് ആയി നിൽക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് ഈ ഫേസ്, ഈ ഭാഗത്തുള്ള ഉള്ളിലുള്ള ഈ ഫേസും ഈ പ്രഷർ പ്ലേറ്റിന്റെ ഫേസും കൂടി ടച്ച് ആയി നിൽക്കും. ഓക്കെ. അത് എന്തിനെ എങ്ങോട്ട് തള്ളും? ഈ ഫ്ലൈ വീലിന്റെ ഫേസിലേക്ക് ഈ
ക്ലച്ച് പ്ലേറ്റിന്റെ അപ്പർ സൈഡ്, അതായത് ഈ സൈഡ് ഉൾഭാഗത്തെ ടച്ച് ആവുന്ന രീതിയിൽ തള്ളിപ്പിടിക്കും. ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? ഒന്ന് പറയോ ക്ലിയർ ആയെങ്കിൽ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ സാധാരണ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ നടക്കുക? ഇതിങ്ങനെ ഫുൾ ടൈം തള്ളിപ്പിടിച്ചോണ്ടായിരിക്കും ഇരിക്കുക. സാധാരണ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ക്ലച്ച് നമ്മൾ ചവിട്ടാതിരിക്കുന്ന സമയത്ത്, ചവിട്ടുമ്പോഴല്ല ചവിട്ടാതിരിക്കുന്ന സമയത്ത് മുഴുവൻ സമയവും എന്തായിരിക്കും? ഈ സ്പ്രിങ്ങിന്റെ പ്രഷർ കാരണം ഈ ക്ലച്ച് പ്ലേറ്റ് ഈ ഫ്ലൈ വീലിലേക്ക് ടച്ച് ആയിട്ട് ഫ്രിക്ഷൻ കാരണം, അതിനൊരു ഫ്രിക്ഷൻ, ആ ഫ്രിക്ഷൻ കാരണം ഫ്ലൈ വീല് കറങ്ങുന്നതിന്റെ ഒപ്പം ക്ലച്ച് പ്ലേറ്റും ഈ ഷാഫ്റ്റും കറങ്ങിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അപ്പൊ അതേ സമയം തന്നെ ഇതിന്റെ ഈ വശം, അതായത് ഈ ഭാഗം ഏതായിട്ട് ടച്ച് ആയിട്ടുണ്ടാവും? ഈ പ്രഷർ പ്ലേറ്റുമായിട്ട് ടച്ച് ആയിട്ടുണ്ടാവും. പ്രഷർ പ്ലേറ്റ് ഏതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്? ഈ കവർ പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കവർ പ്ലേറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് രണ്ട് സൈഡിൽ നിന്നും കൂടിയുള്ള ഒരു ഫ്രിക്ഷൻ ഇതിന് കിട്ടും. ഏതിന് കിട്ടും? ഈ ക്ലച്ച് പ്ലേറ്റിന് കിട്ടും. അപ്പൊ ഈ ക്ലച്ച് പ്ലേറ്റിൽ നിന്നാണ് ഈ ഷാഫ്റ്റ് പോയിരിക്കുന്നത്. മറ്റ് ഒരു പാർട്സുമായിട്ടും ഈ ഷാഫ്റ്റിന് യാതൊരു ബന്ധവുമില്ല. എന്ന് വിചാരിച്ചാൽ അതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. ജസ്റ്റ് ഒരു സപ്പോർട്ട് മാത്രം കൊടുത്ത്, അല്ലെങ്കിൽ ബിയറിംഗ് കൂടെ കൊടുത്തിട്ട് പുറത്തേക്ക് പോവാണ് ചെയ്യുന്നത്. എവിടേക്ക് പോകുന്നു? ഗിയർ ബോക്സിലേക്ക് പോവാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ ഇനി ഈ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത്, നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, പെഡൽ സമയം ഇവിടെ ഒരു ലിങ്കേജ് ഉണ്ട്. ഈ ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട് ഇവിടെ. നമ്മൾ ഇവിടെ എൻഡിൽ ഒരു ത്രസ്റ്റ് ബിയറിംഗ് ഉണ്ട്. ആ ത്രസ്റ്റ് ബിയറിംഗ് പുറകിലേക്ക് ഒരു വലി വരും, പുറത്തേക്ക് ഒരു തള്ളു വരും, പുറത്തേക്ക് ഒരു വലിച്ചിൽ വരും. നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് ത്രസ്റ്റ് ബിയർ പുറകിലേക്ക്. ആ ത്രസ്റ്റ് ബിയർ ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഈ പ്രഷർ പ്ലേറ്റുമായിട്ട് കണക്റ്റഡ് ആണ്. ഈ പ്രഷർ പ്ലേറ്റുമായിട്ട് കണക്റ്റഡ്. പ്രഷർ പ്ലേറ്റിനെ പുറകോട്ട് വലിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഫ്രിക്ഷൻ കുറയും, അതായത് ഇതിന്റെ തള്ളൽ കുറയും. ഈ സ്പ്രിങ്ങിനെ പുറകോട്ട് വലിക്കുകയാണ് ഞാൻ പുറകോട്ട് വലിക്കും. നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിനെ പുറകിലേക്ക് വലിക്കുന്നു. ഏത്? ത്രസ്റ്റ് ബിയറിംഗ് വഴിയായിട്ട്. അപ്പൊ ത്രസ്റ്റ് ബിയറിംഗ് പുറകിലേക്ക് വലിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടേക്കുള്ള ഫ്രിക്ഷൻ കുറയും. എവിടേക്കുള്ള ഫ്രിക്ഷൻ? ഈ പ്രഷർ പ്ലേറ്റും ഈ ക്ലച്ച് പ്ലേറ്റുമായിട്ടുള്ള ഫ്രിക്ഷൻ കുറയും. ആ ഫ്രിക്ഷൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ഫ്ലൈ വീലിന്റെ ഇടയ്ക്കും ഇതിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ കുറയും. അപ്പൊ ഈ ക്ലച്ച് പ്ലേറ്റ് എന്ത് ചെയ്യും? ഈ ഫ്ലൈ വീലിൽ നിന്ന് പിടുത്തം വിടും. അങ്ങനെ പിടുത്തം വിടുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നെ ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുമോ? ഇല്ല, ഇതിന് പവർ കിട്ടുന്നില്ല. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ പവർ കിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ഫ്രിക്ഷൻ കുറയുകയാണ്. അതായത് പുറകിലേക്ക് വലിക്കുന്ന സമയത്ത് ഇവിടെ ഈ അമർത്തിപ്പിടിക്കൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആ കുറയുന്ന സമയത്ത് ഇത് വളരെ MM-ലൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. അത്ര വലിയ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സെന്റിമീറ്ററിലൊന്നും നമുക്ക് കാണാൻ പറ്റൂല. MM-ൽ നടക്കുന്ന കാര്യങ്ങളാണ്, ഓർത്ത് വയ്ക്കുക. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഇത് ഡിസെൻഗേജ് ആവുന്നത്. അപ്പൊ നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് എന്തുകൊണ്ട് ഗിയർ ബോക്സിലേക്ക് കറക്കം വരുന്നില്ല? ഇതിന്റെ കണക്ഷൻ പോകുന്നത് എവിടെ നിന്നാണ്? ക്ലച്ച് പ്ലേറ്റിൽ നിന്നാണ് ഈ ഗിയർ ബോക്സിലേക്കുള്ള ഷാഫ്റ്റ് പോകുന്നത്. അപ്പൊ ഈ ഷാഫ്റ്റിനെ, അതിനാണ് ഇവിടെ സ്പൈൻസ് കൊടുത്തിരുന്നത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഈ പ്രഷർ കുറയുമ്പോൾ, അതായത് ഈ പ്രഷർ പ്ലേറ്റ് ഇങ്ങോട്ട് കൊടുക്കുന്ന പ്രഷർ കുറയുമ്പോൾ, ഈ സൈഡിലേക്ക് കൊടുക്കുന്ന പ്രഷർ കുറയണ സമയത്ത് ഈ സ്പ്ലൈൻസ് ഇത് കുറച്ചുകൂടെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഏത്? ഈ ക്ലച്ച് പ്ലേറ്റ് കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള കണക്ഷൻ വിട്ടു. അപ്പൊ ഇത് ഫ്രീ ആയിട്ട് നിൽക്കാൻ തുടങ്ങി. ഏത്? ക്ലച്ച് പ്ലേറ്റ് ഫ്രീ ആയിട്ട് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഏത് മാത്രമേ കറങ്ങുള്ളൂ? ഫ്ലൈ വീലും കറങ്ങും. ഏതും കറങ്ങും? ഈ കവർ പ്ലേറ്റും കറങ്ങും. ഫ്ലൈ വീലും കറങ്ങും, ഇതും കറങ്ങും, ഈ കവർ പ്ലേറ്റും കറങ്ങും. ഇങ്ങനെ ഈ രണ്ട് സാധനം മാത്രമേ അന്നേരം എന്ത് ചെയ്യുള്ളൂ? കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള ഈ സാധനം അന്നേരം എന്ത് ചെയ്യില്ല? കറങ്ങില്ല. അത് നമുക്ക് പുറമേന്ന് കാണാൻ പറ്റില്ല. നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് കറങ്ങാതിരിക്കുന്നത് പുറമേന്ന് കാണാൻ പറ്റും. നമ്മൾ നോക്കുമ്പോൾ ഈ കവർ പ്ലേറ്റ് അടക്കം കറങ്ങുന്നതാണ് നമ്മൾ കാണുക. പക്ഷെ ആ സമയത്ത് ഉള്ളിൽ എന്താ നടക്കുന്നത്? ഈ സ്പ്രിങ്ങിനെ നമ്മൾ പുറകോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് ഇതിനെ പുറകോട്ട് വലിക്കുന്നു. ആ പുറകോട്ട് വലിക്കുമ്പോൾ ഈ ഇതിലേക്ക് കൊടുക്കുന്ന പ്രഷർ, അതായത് ക്ലച്ച് പ്ലേറ്റിലേക്ക് പ്രഷർ പ്ലേറ്റ് കൊടുക്കുന്ന പ്രഷർ കുറയുന്നു. അങ്ങനെ കുറഞ്ഞ സമയത്ത് ഈ പ്ലേറ്റ് എന്ത് ചെയ്യും? ഇതിനകത്ത് നിന്ന് വിട്ട് സെന്ററിൽ നിൽക്കും. രണ്ട് സൈഡിൽ നിന്ന് കൂടിയിട്ട് സെന്ററിൽ നിൽക്കും. അങ്ങനെ സെന്ററിൽ നിൽക്കുമ്പോൾ ഈ ഫ്ലൈ വീലിലുള്ള കറക്കം എങ്ങോട്ട് കിട്ടുന്നില്ല? ഈ പ്ലേറ്റിലേക്ക് കിട്ടുന്നില്ല. പ്ലേറ്റിലേക്ക് കിട്ടാത്തതുകൊണ്ട് പ്ലേറ്റ് എന്തിനെ കറക്കില്ല? ഈ ഷാഫ്റ്റിനെയും കറക്കില്ല. ഇത്രയും ക്ലിയർ ആയോ? ഇതാണ് ഒരു ക്ലച്ചിന്റെ പ്രവർത്തനം. കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിലേ മുന്നോട്ട് പോയിട്ട് നമുക്ക് കാര്യമുള്ളൂ. കാരണം ഈ ഒരു ചിത്രം, ഈ ഒരു ഫിഗർ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ.
ഇനി ഇതിന് പകരം പല സ്പ്രിങ്ങുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഈ കോയിൽ സ്പ്രിങ്ങിന് പകരം ഡയഫ്രം സ്പ്രിങ് ഉപയോഗിക്കാം. ഓക്കെ, അത് വേറെ ടൈപ്പിലുള്ള സ്പ്രിങ് ആണെന്ന് മാത്രം. എല്ലാത്തിനും പ്രവർത്തനം ഇത്രയേ ഉള്ളൂ. ഈ സ്പ്രിങ്ങിനെ പുറകോട്ട് വലിക്കുകയാണ്. ആ വലിക്കുന്ന സമയത്ത് രണ്ടിന്റെ ഇടയ്ക്കും ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് ഉണ്ടാവുന്ന സമയത്ത് ഫ്രിക്ഷൻ ഉണ്ടാവില്ല. ഫ്രിക്ഷൻ ഉണ്ടാവാതിരിക്കുന്ന സമയം കൊണ്ട് ഇങ്ങോട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യില്ല, അല്ലെങ്കിൽ ഈ ഷാഫ്റ്റിനെ അതിന് കറക്കാൻ പറ്റില്ല. ഇനി സാധാരണ സമയങ്ങളിൽ ഇത് നമ്മൾ ക്ലച്ച് ചവിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ എന്ത് സംഭവിക്കും? ഈ ഷാഫ്റ്റിന്റെ ഈ പ്രഷർ പ്ലേറ്റ് ഇതിനെ അങ്ങോട്ട് തള്ളിപ്പിടിക്കും. തള്ളിപ്പിടിക്കുന്ന സമയത്ത് പ്രഷർ പ്ലേറ്റിൽ കിടന്നു വരയും ഇത്, അതേപോലെ തന്നെ ഇതിൽ ഫ്ലൈ വീലിലും കിടന്നു വരും. അപ്പൊ ഈ ഉരച്ചിൽ കാരണം എന്ത് സംഭവിക്കും? ഇത് ഇതിനെ രണ്ടും ഒരേ സ്പീഡിൽ കിടന്ന് കറങ്ങും. അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ ക്ലച്ച് പ്ലേറ്റിലാണ് ഷാഫ്റ്റ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ലച്ച് പ്ലേറ്റ് കറങ്ങുമ്പോൾ ഷാഫ്റ്റും കിടന്ന് കറങ്ങും. ആ ഷാഫ്റ്റ് എവിടം വരെ പോവും? ഗിയർ ബോക്സ് വരെ പോവും. ഇത്രയാണ് ഇതിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഒന്ന് മെസ്സേജ് ഇടൂ, തംസപ്പ് ഇട്ടാലും മതി, നോ പ്രോബ്ലം. ഓക്കെ ഓക്കെ, ശരി, നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ശരി. ഓക്കെ, വിഷ്ണു ഉണ്ട്, സോനറ്റ്, ഷാന്. ഓക്കെ ഓക്കെ, താങ്ക് യു. അടുത്തേക്ക് പോവാം. ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലച്ച് ലൈനിങ് മെറ്റീരിയലിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോറി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ക്ലച്ച് പ്ലേറ്റ് ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. അപ്പൊ ഈ ക്ലച്ച് പ്ലേറ്റ് നമുക്ക് ഇവിടെ കാണാം. ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ ഒരു പീസ് പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഇതിനാണ് ലൈനിങ് മെറ്റീരിയൽ, ലൈനിങ് എന്ന് പറയാം. അപ്പൊ രണ്ട് സൈഡിലും ലൈനിങ് ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട്? രണ്ട് സൈഡിലും ലൈനിങ് ഉണ്ട്. ഈ സൈഡിലുണ്ട്, ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്. ഇത് ഏതുമിലാണ്? ഒരു പ്രത്യേക മെറ്റീരിയലാണ്. അപ്പൊ ഈ മെറ്റീരിയൽ ഈ പ്ലേറ്റുമിൽ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഓരോരോ പീസായിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഹൈ ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽ ആയിരിക്കും ഈ ഉറപ്പിച്ചിട്ടുണ്ടാവുക. നല്ല ഫ്രിക്ഷൻ കിട്ടുന്നത്, അല്ലെ? ഫ്രിക്ഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ഇവിടെ. സ്ലിപ്പ് വരരുത് നമുക്ക് ഇവിടെ, അല്ലെ? സ്ലിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പവർ ഇപ്പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഹൈ ഫ്രിക്ഷൻ കിട്ടുന്ന മെറ്റീരിയലാണ് ഇവിടെ ചേർക്കുക. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ പല ടൈപ്പ് ഉണ്ട്. ഒന്ന് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നതാണ് ആസ്ബറ്റോസ് മെറ്റീരിയൽ ആണ് ഒന്ന് കൊടുക്കുക. ആസ്ബറ്റോസ് മെറ്റീരിയൽ ഒന്നാമത്തത് ആസ്ബറ്റോസ് മെറ്റീരിയൽ. അടുത്ത മെറ്റീരിയൽ ആണ് റൈബസ്റ്റോസ് എന്ന് പറയുന്നത്. റൈബസ്റ്റോ ഒരു ബ്രാൻഡ് നെയിം ആണത്. അവരുടെ ഒരു പ്രൊഡക്റ്റ് ആണ്. അവര് 1802 അങ്ങനെ എന്താണ്ട് അവര് പുറത്തിറക്കിയ ഒരു പ്രൊഡക്റ്റ് ആണ്. അവരുടെ ബ്രാൻഡ് നെയിമിൽ തന്നെയാണ് ആ സാധനം. റൈബസ്റ്റോസ് എന്ന കമ്പനി തന്നെ ഉണ്ട് ഇങ്ങനെ ക്ലച്ച് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന. യൂറോപ്യൻ കമ്പനിയാണ് അവരത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ റൈബസ്റ്റോസ് എന്ന് പറഞ്ഞാൽ അത്രയും ഓർത്ത് വയ്ക്കുക. സാധാരണ എപ്പോഴും നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന ആസ്ബറ്റോസ് മെറ്റീരിയലുകളാണ് അധികം ചോദിക്കാറുള്ളത്. ഓപ്ഷനിൽ അധികം ആസ്ബറ്റോസ് എന്നാണ് ഉണ്ടാവുക. അടുത്ത് ഫൈബർ ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവും, പിന്നെ ലെതർ ഉണ്ടാവും, പിന്നെ കോർക്ക് ഉണ്ടാവും. കോർക്ക് എന്താന്ന് നമുക്കറിയാലോ. കോർക്ക് സാധാരണ നാച്ചുറൽ കോർക്ക് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ള അറിയോ? കോർക്ക് നാച്ചുറൽ ആയിട്ടുള്ള കോർക്ക് എന്ന് പറയുന്നത്, കോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വൈൻ ബോട്ടിലൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അറിയാം വൈൻ ബോട്ടിലിന്റെ അടപ്പ് കോർക്കാണ്. ആ മെറ്റീരിയലാണ് കോർക്ക് എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നമുക്ക് സാധാരണ കോർക്ക് ഉപയോഗിക്കാം തിയേറ്ററുകൾ അല്ലെങ്കിൽ നമ്മുടെ ലൈബ്രറികളൊക്കെ സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ഫ്ലോർ കിട്ടണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈ കോർക്ക് യൂസ് ചെയ്യും. ഇനി നാച്ചുറൽ ആയിട്ടുള്ള കോർക്കിന്റെ ഇതിന്റെ ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാല് ഇതിന്റെ പോയിസൺ റേഷ്യോ ഏറ്റവും കുറവുള്ള 0 ഉള്ളതാണ് കോർക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ വേറൊരു പ്രത്യേകത വെച്ചാല് കോർക്ക് നമ്മൾ സാധാരണ ഓക്ക് മരമില്ലേ, ഓക്ക് മരത്തിന്റെ ഔട്ടർ ബാർക്ക്, അതായത് അല്ലെങ്കിൽ പുറംതൊലി, കരിന്തൊലി എന്നാണ് ഏതുണ്ടാക്കുന്നത്? ഈ കോർക്ക്, നാച്ചുറൽ കോർക്ക് ഉണ്ടാക്കുന്നത്. ആർട്ടിഫിഷ്യൽ കോർക്കുകളും ഉണ്ട്, നാച്ചുറൽ കോർക്കും ഉണ്ട്. അപ്പൊ ഇനി വൈൻ ബോട്ടിലിന്റെ അടപ്പ് അത് അത്രയും ഓർക്കുക. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ എല്ലാ കുപ്പികളും അടച്ചുകൊണ്ടിരുന്നത് ഈ കോർക്ക് വെച്ച്. കാരണം അതിന്റെ എക്സ്പാൻഷൻ വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊരിക്കലും ലീക്ക് ആവില്ല. സാധാരണ അങ്ങനെയല്ല. ഈ മരത്തിന്റെ മെറ്റീരിയലൊക്കെ നമ്മൾ വെക്കുമ്പോൾ ഈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്ലൈമറ്റിനനുസരിച്ച് എക്സ്പാൻഷനും കോൺട്രാക്ഷനും ഒക്കെ വരും. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ലീക്ക് ആവാൻ സാധ്യത. അപ്പൊ കോർക്കിന്റെ പ്രത്യേകത ലീക്ക് ആവില്ല എന്നുള്ള പ്രത്യേകതയാണ് കോർക്ക് ഈ കുപ്പികളിലൊക്കെ അടപ്പായിട്ട് നമ്മൾ ഉപയോഗിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. പഴയ കാരണന്മാരൊക്കെ ഉള്ള വീടുകളിൽ ആ കുഴമ്പ് കാര്യങ്ങളൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയുള്ള കുപ്പികളിലായിരുന്നു കിട്ടിയിരുന്നത്. ഇപ്പൊ നമ്മളിത് ഉപയോഗിക്കുക അധികം വൈൻ ഒക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അതിനകത്ത് ഗ്യാസ് ഫോം ചെയ്യല്ലോ. അപ്പൊ അത് തെറിച്ചു പോരുത് അല്ലെങ്കിൽ അതിനകത്ത് കൂടെ എക്സ്കേപ്പ് ആവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോർക്ക് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ കോർക്കിന്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇത്രയും മെറ്റീരിയലാണ് നമ്മൾ സാധാരണയായിട്ട് ഏത് ഉപയോഗിക്കുക? ഈ പറഞ്ഞ ക്ലച്ച് ലൈനിങ് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ക്ലച്ചിന്റെ ലൈനിങ് മെറ്റീരിയൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ്. ആസ്ബറ്റോസ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്ബറ്റോസ് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളത്
ഇത് എങ്ങനെയാണ് ഇതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിവറ്റിംഗ് വഴിയായിട്ടാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. റിവറ്റ് ചെയ്തിട്ടാണ് ഇത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. റിവറ്റുകളാണ് ഫിക്സ് ചെയ്യുക. പണ്ട് കാലത്ത് ആളുകൾ ക്ലച്ച് പ്ലേറ്റ് മാറ്റുന്നതിന് പകരം ഈ ലൈനിങ് മെറ്റീരിയൽ മാറ്റുമായിരുന്നു. ക്ലച്ച് നമ്മൾ ITയിലൊക്കെ ചില MMV ട്രേഡിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് തന്നെയുണ്ട്. ഏത് പ്രാക്ടിക്കൽ തന്നെയുണ്ട്. ഇതിന്റെ ലൈനിങ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിവറ്റ് കളഞ്ഞിട്ട് പുതിയ മെറ്റീരിയൽ വെച്ച് റിവറ്റ് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രാക്ടിക്കൽ തന്നെയുണ്ട്. ഇപ്പൊ ഒന്നും ആരും എന്ത് ചെയ്യില്ല, ഇതൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് മാറ്റൂല. അതിന്റെ ഒപ്പം എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു ക്ലച്ച് പ്ലേറ്റ് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്യാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പൊ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ റീപ്ലേസ് ചെയ്താണ് നമ്മളൊക്കെ ഇപ്പൊ കാറുകളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ഈ സാധനമാണ് മാറ്റുന്നത്. എന്തിനുകൊണ്ട് മാറ്റണം? ഈ സാധനം തേഞ്ഞു തീരും. അതായത് നമ്മളൊരു ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഒരഞ്ഞു തീരുകയാണ് അല്ലേ, ഒരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഡിസെൻഗേജ് ഇത് ക്ലച്ച് ചവിട്ടോ അല്ലെങ്കിൽ ക്ലച്ചിൽ നിന്ന് കാല് എടുക്കുക വീണ്ടും ചവിട്ടുക എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റും? അതെ ബ്രാസ് റിവറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ അതുകൊണ്ടാണ് പറയാതിരുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന റിവറ്റിങ് ബ്രാസ് റിവറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. ബ്രാസ് റിവറ്റിംഗ് ആണ്. ഇനി ഇത് റിവറ്റിംഗ് മാത്രമല്ല, സ്പെഷ്യൽ ടൈപ്പ് ഒരു ഗ്ലൂ വെച്ചിട്ട് നമ്മൾ ഒട്ടിക്കാറുണ്ട്. ഗ്ലൂ വെച്ച് ഒട്ടിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ അധികം കണ്ടിരിക്കുന്നത് റിവറ്റിംഗ് എന്നുള്ള മെത്തേഡ് തന്നെയാണ് ഇത് രണ്ട് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, ഓക്കെ, ഫ്രിക്ഷൻ ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത് എന്ത് ചെയ്യും, ഈ സാധനം തേഞ്ഞു തീരും. അങ്ങനെ തേഞ്ഞു തീരുന്ന സമയത്താണ് ഈ സാധനം നമ്മൾ റീപ്ലേസ് ചെയ്യുക. ഇനി ചില നമുക്ക് ഈ ചുരമൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ല് വരാം. ഒരു ചുരത അടിവാരമൊക്കെ എത്തുന്ന സമയത്ത് അല്ലെ, അടിവാരം അങ്ങനെ ചുരത്തിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് സ്മെല്ല് വരുന്നത്? ഇതിങ്ങനെ ക്ലച്ച് നമ്മൾ കുറച്ച് കാല് അതുപോലെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ചെറിയ രീതിയിൽ ഇതിനകത്ത് വിടുകയും ചെയ്യും. എന്നാൽ ഇതിനകത്ത് പൂർണ്ണമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു സ്ലിപ്പ് വരും. ഈ സ്ലിപ്പ് വരുമ്പോഴത്തേക്കും ഈ മെറ്റീരിയലിന് തേയ്മാനം വളരെയധികം കൂടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഒരിക്കലും ക്ലച്ചിൽ ഇങ്ങനെ ബൈക്കൊക്കെ ഓടിക്കുന്നവരോട് നമ്മൾ പറയാറുണ്ട്, ക്ലച്ചിൽ കൈ വെച്ചോണ്ട് ഓടിക്കരുത്, അല്ലെങ്കിൽ പിന്നെ കാർ ഓടിക്കുമ്പോൾ ക്ലച്ചിൽ കാല് വെക്കരുത്. അതിന്റെ കാരണം ഇതാണ്. അത് കാല് വെക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെറിയായിട്ട് രീതിയിൽ മൈന്യൂട്ടായിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു സ്ലിപ്പ് വരും. ഈ സ്ലിപ്പ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ മെറ്റീരിയൽ, ഈ ക്ലച്ച് മെറ്റീരിയൽ തേഞ്ഞു തീരും, പെട്ടെന്ന് തേഞ്ഞു തീർന്നു ഈ സാധനം. അപ്പോൾ ഫുൾ ടൈം എൻഗേജ് ആയിരിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അത് അങ്ങനെ നിന്നോളൂ. അതേസമയം പാർഷ്യലി എൻഗേജ് ആയിട്ട് പാർഷ്യലി നമ്മൾ എൻഗേജ് അല്ലാത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഏത് യൂസ് ചെയ്യും, എന്ത് വരും, ഈ പിന്നെ ഇതിന്റെ തേയ്മാനം വളരെയധികം കൂടും. അതുകൊണ്ടാണ് കാലൊന്നും ക്ലച്ചിൽ കയറ്റി വെച്ച് ഓടിക്കരുതെന്ന് പറയാറുള്ളത്. അല്ലെങ്കിൽ കൈ ബൈക്ക് ഓടിക്കുമ്പോൾ ക്ലച്ചിൽ കൈ വെച്ച് ഓടിക്കരുതെന്ന് നമ്മൾ പറയാനുള്ള റീസൺ ഇതാണ്. ഇത് പെട്ടെന്ന് തേഞ്ഞു തീരും. ഓക്കെ, ഇനി അല്ലെങ്കിൽ നിങ്ങൾ ഈ രഥയാത്രയൊക്കെ നടത്തുമ്പോഴേ, നമ്മൾ പള്ളിപ്പെരുന്നാൾ അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ ഇങ്ങനെ നമ്മൾ രഥമൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയുള്ള രഥമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓടിക്കാൻ അറിയാത്ത ഡ്രൈവറാണ് ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ആ ഒരു പരിപാടി കഴിയുമ്പോഴത്തേക്കും ക്ലച്ച് പ്ലേറ്റ് പോയിട്ടുണ്ടാവും. കാരണം ക്ലച്ച് പിടിച്ചായിരിക്കും ഇവനെ ഓടിക്കുക. ആദ്യം അറിയണ ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയറിൽ ഇട്ട് വെച്ച് ക്ലച്ചെ തൊടൂല, കാലെ തൊടാതെ ഇരുന്നിട്ട് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കാതെ ഇരിക്കുകയുള്ളൂ. അപ്പൊ ഇപ്പോ അങ്ങനെ അതിന്റെ റീസൺ ഇതാണെന്നുള്ളത് മനസ്സിലാക്കിയ കൺസെപ്റ്റ്. ഞാൻ ഈ കഥയൊക്കെ പറയുന്നത് നിങ്ങൾ എക്സാമിന് ഈ സംഗതി വരുന്ന സമയത്ത് അന്ന് ആ സാർ അങ്ങനെ ഒരു കഥ പറഞ്ഞല്ലോ എന്നെങ്കിലും ഓർത്തിട്ട് ഈ ഒരു പോയിന്റ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത് ഓർത്ത്. ഓക്കെ, ഇനി അലുമിനിയം ഉപയോഗിക്കില്ലേ? ദിലീപ്, അലുമിനിയം ഉപയോഗിക്കണം എന്ന് വെച്ചാൽ എന്താ പ്രശ്നം എന്നറിയോ? ഇങ്ങനെ ഈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടാവും? ഹൈ ഹീറ്റ് ഉണ്ടാവും. ഈ ഹൈ ഹീറ്റ് അലുമിനിയത്തിന്റെ ഒക്കെ മെൽറ്റിംഗ് പോയിന്റ് തന്നെ വളരെ കുറവാണ്. ബ്രാസിന്റെ ഒക്കെ നല്ല കൂടിയ മെൽറ്റിംഗ് പോയിന്റുകളാണ്. അപ്പൊ ആ സമയത്ത് ഈ ഒരു മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ ഒരു മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ അവിടെ ഈ റിവറ്റ് അവിടെ നിന്ന് ഉരുകി പോകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഹൈ ഹീറ്റ് ഇതിനകത്ത് ഡിസിപ്പേറ്റ് ചെയ്യും. കാരണം നമ്മൾ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യും? ഹൈ ഹീറ്റ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വെൽഡറിന്റെ എക്സാമിനൊക്കെ നിങ്ങൾ പഠിച്ചതല്ലേ? വെൽഡറിന്റെ എക്സാമിന് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫ്രിക്ഷൻ വെൽഡിങ്. ഇങ്ങനെ വെൽഡിങ് നടക്കുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ കറങ്ങാത്ത ഒരു സാധനം അതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്നു. ആ പ്രസ് ചെയ്ത് അവിടെ ഹൈ ഫ്രിക്ഷൻ ഉണ്ടാവുന്നു. ഹൈ ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ ഹൈ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അവിടെ മെൽറ്റ് ആവും. മെൽറ്റ് ആയിട്ട് എന്ത് ചെയ്യും? അത് വെൽഡ് ആവും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചേ? അപ്പൊ എന്ന് പറഞ്ഞാൽ അതേ ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെയും ഈ ഹൈ ഫ്രിക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ബ്രാസ് റിവറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓർത്തേക്ക്. ഓക്കെ, ശരി. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പോയിന്റിലേക്ക് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് പ്രഷർ പ്ലേറ്റ് ആണ്. പ്രഷർ പ്ലേറ്റ്, ഈ പ്രഷർ പ്ലേറ്റ്, ഇതാണ് പ്രഷർ പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം. ഇതിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇതിനകത്ത് കാണിച്ചിരുന്നത് കോയിൽ സ്പ്രിംഗ് അല്ല, ഡയഫ്രം സ്പ്രിംഗ് ആണ്.
ഇതും ഇതേപോലെ തന്നെയാണ്. ഈ ഫ്രിക്ഷൻ പ്ലേറ്റിനെ ഈ പ്രഷർ പ്ലേറ്റിനെ എന്തിലേക്ക് അമർത്തി പിടിക്കും? ഈ ക്ലച്ച്, ഇതാണ് ക്ലച്ചിന്റെ ക്ലച്ച് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിലേക്ക് അമർത്തി പിടിക്കും. ഓക്കെ, ഇതിന്റെ ഫിഗർ തന്നെയാണ്, നേരെ തിരിച്ചു വെച്ചിരിക്കുന്ന ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ റിലീസ് ബെയറിംഗ് അല്ലെങ്കിൽ ത്രസ്റ്റ് ബെയറിംഗ് നമ്മൾ പറഞ്ഞു. ഈ ബെയറിംഗിന്റെ ഉള്ളിൽ കൂടിയാണ് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഷാഫ്റ്റ്, ഇതിന്ന് ഷാഫ്റ്റ് കടന്ന് ഇതിൽ കൂടെ കടന്നു പോകും. അപ്പൊ ഇത് എവിടേക്ക് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും? ഈ സംഗതികള്, ഈ പ്രഷർ പ്ലേറ്റ് എവിടേക്ക് ബോൾട്ട് ചെയ്ത്, നമ്മുടെ കവർ പ്ലേറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. കവർ പ്ലേറ്റുമായിട്ട് സ്പ്രിംഗ് വഴിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ സ്പ്രിംഗിന് പകരം എന്താ ഉപയോഗിക്കുന്നത്? ഡയഫ്രം സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഡയഫ്രം ക്ലച്ച് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ക്ലച്ചിനെയാണ് ഡയഫ്രം ക്ലച്ച്. ഈ ഡയഫ്രം ക്ലച്ച്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു ഹുക്ക് പോലെയുള്ള സാധനം, അതായത് ഈ ഭാഗത്ത് ഒരു ഹുക്ക് പോലെയുള്ള സാധനം ഇട്ട് പുറത്തേക്ക് ഇങ്ങനെ തള്ളു വന്നു ചോദിച്ചു. ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒരു തള്ളു വന്നു. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ബിയറിംഗ് പുറത്തേക്ക് ഒരു തള്ളു വരില്ലേ? ഇങ്ങോട്ട് തള്ളു വരില്ലേ? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ ലിവർ ഇട്ടിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഹുക്ക് പോലെ ഇട്ടിട്ട് ലിവർ ഇട്ട് ഞാൻ ഇങ്ങോട്ട് പ്രസ് ചെയ്യാൻ ചോദിച്ചു. ഇങ്ങോട്ട് ഞാൻ പ്രസ് ചെയ്യണം. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഈ ബിയറിംഗ് പുറത്തേക്ക് തള്ളൂല്ലേ? പുറത്തേക്ക് വരില്ലേ? ആ പുറത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രഷർ പ്ലേറ്റും പുറത്തേക്ക് വരും. ഇതിനകത്ത് കുടുങ്ങിയാണ് ഇത് കിടക്കുക. ഈ ഭാഗത്ത് കുടുങ്ങിയാണ് കിടക്കുക. ഇതും പുറത്തേക്ക് വരും. ഇതും പുറത്തേക്ക് തള്ളുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഇതിനകത്തേക്കുള്ള പ്രഷർ, അതായത് ഈ ഒരു ഭാഗത്തേക്കുള്ള പ്രഷർ കുറയും. ഈ പ്രഷർ കുറയുമ്പോൾ ഇവിടെയാണ് ഫ്ലൈ വീൽ എന്ന് വെച്ചോ, ഇവിടെയാണ് ഫ്ലൈ വീൽ, ഇവിടെ ഫ്ലൈ വീലാന്ന് വെച്ചോ, ഈ ഫ്ലൈ വീലിൽ നിന്നുള്ള പ്രഷർ ഇങ്ങോട്ട് കുറയും. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഇത് ഫ്രീ ആയി കിട്ടും. ഇതാണ് അതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പ്രഷർ പ്ലേറ്റ്. നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് സ്പ്രിങ്ങുകളാണ്. കോയിൽ സ്പ്രിങ് ഞാൻ പറഞ്ഞു. കോയിൽ സ്പ്രിങ്ങും ഡയഫ്രം സ്പ്രിങ്ങും എന്ത് ചെയ്യുന്നത്? പ്രഷർ പ്ലേറ്റിനെ എങ്ങോട്ട് ചെയ്യുന്നത്? പ്രഷർ പ്ലേറ്റിനെ ക്ലച്ച് പ്ലേറ്റിലേക്ക് തള്ളിപ്പിടിച്ചിരിക്കുകയാണ് അല്ലെ? പ്രഷർ പ്ലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ക്ലച്ച് പ്ലേറ്റിനെ ഏതിലേക്ക്? ഫ്ലൈ വീലിലേക്ക് തള്ളിപ്പിടിക്കുകയാണ്. ഫ്ലൈ വീലിലേക്ക് തള്ളിപ്പിടിക്കുകയാണ് ഏതിന്റെ ഉപയോഗം? അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ആ തള്ളല് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പ്രിങ്ങുകളാണ് കോയിൽ സ്പ്രിങ്ങും ഡയഫ്രം സ്പ്രിങ്ങും. ഇനി അടുത്തൊരു സ്പ്രിങ്ങാണ് ടോർഷൻ അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ടോർഷണൽ സ്പ്രിങ് അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ടോർഷണൽ സ്പ്രിങ് അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ കുറച്ച് സ്പ്രിങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഈ കണ്ടോ? ഒരു മിനിറ്റ്. ഇവിടെ കുറച്ച് സ്പ്രിങ്ങുകൾ വെച്ചിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഈ സ്പ്രിങ്ങുകൾ ഉണ്ടോ? അതുപോലെ ഇവിടെ കുറച്ച് സ്പ്രിങ്ങുകൾ, ഇങ്ങനെ കുറച്ച് സ്പ്രിങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഈ സ്പ്രിങ്ങിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ഒരു മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇതിലേക്ക് നമ്മളിപ്പോ ഇവിടെ നമ്മൾ ഫ്ലൈ വീലാന്ന് പറഞ്ഞു. ഇവിടെ ഫ്ലൈ വീലിലേക്ക് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലാണ്. ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫ്ലൈ വീലിലേക്ക് ഇത് എന്നങ്ങ് മുട്ടുന്ന സമയത്ത് ഇതിലെന്തുണ്ടാവും? ഒരു ഒലച്ചിലുണ്ടാവും അല്ലെ? ഇതിന്റെ ഒരു ഒലച്ചിലുണ്ടാവും, ഒരു ടിസ്റ്റിംഗ് ഉണ്ടാവും. ആ ടിസ്റ്റിങ്ങിനെ ഒഴിവാക്കാൻ ഏത് സ്പ്രിങ് ഉപയോഗിക്കും? ഈ സ്പ്രിങ് ഉപയോഗിക്കും. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് കുഷ്യൻ സ്പ്രിങ്, അല്ലെങ്കിൽ ഏതിന് പറയുന്നത്? ടോർഷൻ സ്പ്രിങ് എന്നും നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സ്പ്രിങ്, ഈ സ്പ്രിങ്ങിന്റെ ഉപയോഗം എന്താണ്? ആ ഒലച്ചിൽ ഉപയോഗിക്കുക. അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിലേക്ക് വന്നിട്ട് ഒരു പെട്ടെന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിലേക്ക് പെട്ടെന്ന് കൊണ്ടു ചെല്ലുമ്പോൾ, അപ്പൊ നമ്മൾ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം വിചാരിച്ചോ, നമ്മൾ പെട്ടെന്ന് പോയിട്ട് നമ്മുടെ കൈ അതിനകത്ത് ടച്ച് ചെയ്യുന്ന നമ്മുടെ കൈക്ക് ഒരു ഒലച്ചിൽ വരും അല്ലെ? ഒരു ഒലച്ചിലുണ്ടാവും. അപ്പൊ ആ ഒലച്ചില് നമുക്ക് ഇതിലേക്ക് എന്ത് ചെയ്യും? ഇതിന്റെ ഈ ഷാഫ്റ്റിന്റെയും ഇതിനെ എല്ലാത്തിനെയും ബാധിക്കും. ഈ ഗിയർ ബോക്സ് വരെ അതിന്റെ ആ ഒലച്ചിൽ കിട്ടും. അപ്പൊ ആ ഒലച്ചിനെ ഒഴിവാക്കിയിട്ട് ഷാഫ്റ്റിലേക്ക് ആ ഒലച്ചിൽ വരരുത്, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചില് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ അതിനകത്ത് വരരുത്. അങ്ങനെ ആ വൈബ്രേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത് കുഷ്യൻ സ്പ്രിങ് അല്ലെങ്കിൽ ടോർഷൻ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അല്ലെ ആ ടോർഷണൽ എഫക്ട് അല്ലെ, നമ്മൾ തിരിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു എഫക്ട് ഇല്ലേ, ടോർഷണൽ എഫക്ട്. ആ എഫക്ട് എവിടേക്ക് പോകരുത്? ഈ ഷാഫ്റ്റിലേക്ക് പോയിട്ട് അത് ഗിയർ ബോക്സിനെ ബാധിക്കരുത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക, കുഷ്യൻ സ്പ്രിങ് അല്ലെങ്കിൽ ടോർഷൻ സ്പ്രിങ് യൂസ് ചെയ്യുന്നത്. Cushion or torsion spring used to bear frictions produced from clutch engage and disengage. ഇത് എപ്പോഴാണ് ഉണ്ടാവുക? ക്ലച്ച് എൻഗേജ് ചെയ്യുമ്പോഴും ഡിസെൻഗേജ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരിക. അതായത് ചെറിയ സ്ലിപ്പ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ആ സ്ലിപ്പ് വരുന്ന സമയത്ത് അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ആ സമയത്ത് മാത്രമേ ഏത് യൂസ് ചെയ്യുന്നുള്ളൂ? ഈ ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിങ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ 3 സ്പ്രിങ്ങുകളാണ് പ്രധാനമായിട്ട്. ഈ 3 സ്പ്രിങ്ങുകളാണ് ഇതെല്ലാം ചെറിയ ചെറിയ സ്പ്രിങ്ങുകളൊക്കെ ഉണ്ട്. നമ്മൾ പ്രധാന പഠിച്ചിരിക്കേണ്ട സംഗതികൾ കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ ഡയഫ്രം സ്പ്രിങ്, ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ അതിന് വേറെ പേരാണ് കുഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ 3 സ്പ്രിങ്ങുകൾ എന്താണ് ഏതാണെന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഫിഗർ ഒന്ന് മനസ്സിലുണ്ടാവണം. കുഷ്യൻ സ്പ്രിങ് എന്താണ്? ഇതാണ് ഡയഫ്രം സ്പ്രിങ് എന്ന് പറയുന്നത്. ഈ ഡയഫ്രം പോലെ ഇരിക്കുന്ന ഈ ഭാഗമല്ലേ, ഇതുണ്ടോ? ഈ ഇരിക്കുന്ന ഭാഗമല്ലേ ഇങ്ങനെ പീസ് പോലെ ഇരിക്കുന്നത്? അത് പീസ് അല്ല, ഇവിടുന്ന് ഒരൊറ്റ പീസാണ്, അവിടെ ഇങ്ങോട്ടാണ് ഈ പീസ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഡയഫ്രം സ്പ്രിങ് എന്ന് പറയുന്നത്. ഇതാണ് ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിങ് എന്ന് പറയുന്നത്. കോയിൽ സ്പ്രിങ് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. കോയിൽ സ്പ്രിങ് ഇതേ നമ്മളിവിടെ കണ്ടു. ഇതാണ് കോയിൽ സ്പ്രിങ് എന്ന് പറയുന്നത്, കോയിലായിട്ടുള്ള സ്പ്രിങ്. മറ്റൊന്നും ഇതേപോലെ തന്നെ സ്പ്രിങ് തന്നെയാണ്. അത് ഏതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും? കുഷ്യൻ സ്പ്രിങ് ഏതിൽ അറ്റാച്ച്ഡ് ആയിരിക്കും? കണ്ടോ, ഇവിടെ കണ്ടോ? ഇതാണ് കുഷ്യൻ സ്പ്രിങ് അല്ലെങ്കിൽ
ടോർഷൻ സ്പ്രിങ് ഏതിൽ അറ്റാച്ച് ആണ്? ക്ലച്ച് പ്ലേറ്റിലാണ് അത് അറ്റാച്ച് ആയിരിക്കുന്നത്. ക്ലച്ച് പ്ലേറ്റിൽ അറ്റാച്ച് ഇരിക്കുന്നത് ക്ലച്ച് പ്ലേറ്റിലാണ് ഏത് അറ്റാച്ച് ആയിരിക്കുന്നത്? അതിന്റെ കൂടെയാണ് ഏതുണ്ടാവുക? ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ എന്ത് പേരെന്താ? വേറെ പേരെന്താ? എന്തായിരുന്നു വേറെ പേരെന്തായിരുന്നു? ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ പറയടോ, നിങ്ങൾ ഉറങ്ങാണോന്ന് അറിയണ്ടേ? പറയും. കോയിൽ സ്പ്രിങ് അല്ല, കുഷ്യനിങ് സ്പ്രിങ്. ഓക്കെ, കോയിൽ സ്പ്രിങ് എന്താന്ന് ഞാൻ പറഞ്ഞു. കുഷ്യൻ സ്പ്രിങ്. ഓക്കെ, അപ്പൊ കുഷ്യൻ സ്പ്രിങ്. കോയിൽ സ്പ്രിങ് എവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. കോയിൽ സ്പ്രിങ് എവിടെ യൂസ് ചെയ്യുന്നത്? കോയിൽ സ്പ്രിങ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് കോയിൽ സ്പ്രിങ്. മറ്റേ സ്പ്രിങ് ഇതിനകത്താണ്, ക്ലച്ച് പ്ലേറ്റിനുള്ളിൽ നമുക്ക് കാണാം. ഈ ഫിഗർ അത്ര ക്ലിയർ അല്ല. ഇവിടെയാണ് പിന്നെ കുഷ്യൻ സ്പ്രിങ് അല്ലെങ്കിൽ ടോർഷൻ സ്പ്രിങ് ഇരിക്കുന്നത്. കോയിൽ സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് ഏതാണ്? ക്ലച്ച് പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രഷർ പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആണ് ഏതെന്നുള്ളത്? ഇവിടെ നമ്മൾ എഴുതുകയാണെങ്കിൽ പ്രഷർ പ്ലേറ്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്പ്രിങ് ആണ് ഏതെന്നുള്ളത്? കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ വേറെ പേരല്ല, അടുത്തൊരു സ്പ്രിങ് ഏതാണ്? അടുത്ത സ്പ്രിങ്ങിന്റെ പേരാണ് കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ പ്രഷർ പ്ലേറ്റ് അറ്റാച്ച് കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ ഡയഫ്രം സ്പ്രിങ്. ഓക്കെ. കോയിൽ സ്പ്രിങ് അല്ലെങ്കിൽ ഡയഫ്രം സ്പ്രിങ്. ഓക്കെ, ഗുഡ്. അപ്പൊ അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. ക്ലച്ച് പ്ലേറ്റിൽ പറഞ്ഞു. അടുത്ത ക്ലച്ച് ബിയറിംഗ് നമ്മൾ പറഞ്ഞു. നേരത്തെ ഞാൻ പറഞ്ഞു ക്ലച്ചിന് ഒരു ബിയറിംഗ് ഉണ്ട് പറഞ്ഞു. അത് എവിടെയാണ് വരുന്നത്? ഇതാണ് ക്ലച്ച് പ്ലേറ്റ്. ക്ലച്ച് പ്ലേറ്റിന് ഈ ഹബിന്റെ ഉള്ളിൽ നിന്നാണ് ഷാഫ്റ്റ് വരുന്നത്. ഈ ഷാഫ്റ്റ് എവിടേക്ക് വരും? ഈ ഷാഫ്റ്റ് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് വന്നിട്ട് ഈ ക്ലച്ച് ബിയറിംഗിന്റെ ഉള്ളിൽ കൂടെ, അതായത് ക്ലച്ച് ബിയറിംഗ് ഇവിടെയാണ് കണക്റ്റഡ് ആയിരിക്കുക. ഇതിന്റെ ഉള്ളിൽ കൂടെ എവിടേക്ക് പുറത്തേക്ക് വരും? ഈ ഗിയർ ബോക്സിലേക്ക് വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ അതായത് ഈ ക്ലച്ച് കവറുമായിട്ടോ അല്ലെങ്കിൽ ഈ പ്രഷർ പ്ലേറ്റുമായിട്ടോ ഏതിന് യാതൊരു ബന്ധവുമില്ല. ഈ ക്ലച്ച് ഷാഫ്റ്റിന് യാതൊരു ബന്ധവുമില്ല. ഇതിന്റെ ഉള്ളിൽ കിടന്ന് വെറുതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഏത് കറങ്ങുമ്പോൾ മാത്രമേ ഈ ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങുള്ളൂ? ഈ ക്ലച്ച് പ്ലേറ്റ് കറങ്ങുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഷാഫ്റ്റ് കറങ്ങുള്ളൂ. അപ്പൊ ഇതിന് പറയുന്നത് ത്രസ്റ്റ് ബിയറിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ക്ലച്ച് ത്രസ്റ്റ് ബിയറിംഗ്, റിലീസ് ബിയറിംഗ് എന്നും കൂടി ഇതിനകത്ത് നമ്മൾ പറയാറുണ്ട്. സോറി. ഓക്കെ, അടുത്ത ടൈപ്സ് ഓഫ് ക്ലച്ചിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ടൈപ്സ് ഓഫ് ക്ലച്ചിൽ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്, മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഉണ്ട്, ഡയഫ്രം ക്ലച്ച് ഉണ്ട്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ഉണ്ട്, ഹൈഡ്രോളിക് ക്ലച്ച് ഉണ്ട്, ഫ്ലൂയിഡ് ഫ്ലൈവീൽ ക്ലച്ച് ഉണ്ട്, ഇലക്ട്രിക് ക്ലച്ച് ഉണ്ട്. അപ്പൊ ഇതിനെ ഓരോന്നിനെ കുറിച്ച് നമുക്ക് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവുള്ളൂ? സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ ഒരു ഒറ്റ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവുള്ളൂ. ക്ലച്ച് പ്ലേറ്റ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതിനനുസരിച്ചാണ് ഏത് പറയാ? സിംഗിൾ പ്ലേറ്റ് ക്ലച്ച്. ഒരു ക്ലച്ച് പ്ലേറ്റ് മാത്രം. നമ്മൾ നേരത്തെ കണ്ടതെല്ലാം ഏതാണ്? സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളാണ്. ഇനി മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നിൽ കൂടുതൽ ക്ലച്ച് പ്ലേറ്റുകൾ അതിനകത്തുണ്ടാവും. ഒന്നിൽ കൂടുതൽ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവും. അതിനകത്ത് എന്തും കൂടി ഉണ്ടാവും? അതിനനുസരിച്ച് തന്നെ ഏതുണ്ടാവും? പ്രഷർ പ്ലേറ്റും ഉണ്ടാവും. അപ്പൊ എന്തൊരു സാൻഡ്വിച്ച് പോലെ വെക്കുക. ഒരു ക്ലച്ച് പ്ലേറ്റ്, അതിന്റെ പ്രഷർ പ്ലേറ്റ്, പിന്നെ ഒരു ക്ലച്ച് പ്ലേറ്റ്, പിന്നെ ഒരു പ്രഷർ പ്ലേറ്റ്. ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്തിട്ടാണ് ഏത് വെക്കുക? ഈ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഉപയോഗിക്കുക. അപ്പൊ എത്ര ക്ലച്ച് ഉണ്ടോ അത്രയും ക്ലച്ച് പ്ലേറ്റുകൾ ഉണ്ടെന്നുള്ള അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞത്. ഇനി അടുത്ത് ഞാൻ പറഞ്ഞു ഡയഫ്രം ക്ലച്ച് എന്ന് പറഞ്ഞു. ഡയഫ്രം ക്ലച്ച് ഞാൻ നേരത്തെ കാണിച്ചു തന്നു. നിങ്ങൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് തന്നെയാണത്. അതിനകത്ത് സ്പ്രിങ് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഡയഫ്രം സ്പ്രിങ് ആണ്. അതിനകത്ത് ഏത് യൂസ് ചെയ്യുന്നത്? സ്പ്രിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് കോയിൽ സ്പ്രിങ്ങിന് പകരം ഡയഫ്രം സ്പ്രിങ് ആണ് യൂസ് ചെയ്യുന്നത്. മറ്റു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡയഫ്രം ക്ലച്ചുകൾ. ഇനി അടുത്ത സെൻട്രിഫ്യൂഗൽ ക്ലച്ചുകളാണ്. സെൻട്രിഫ്യൂഗൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സംഗതി കിടന്ന് കറങ്ങുന്ന സമയത്ത് അതിനകത്തു നിന്നുള്ള സെൻട്രിഫ്യൂഗൽ ആക്ഷൻ വെച്ച് അതിന്റെ അകത്തുള്ള വസ്തുക്കൾ പുറത്തേക്ക് തെറിക്കാൻ ശ്രമിച്ചു, ഇല്ലേ? അതല്ലേ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമ്മള് തുണി അലക്കുന്ന സ്പിന്നിങ്, ഇല്ലേ? തുണി അലക്കുമ്പോൾ നമ്മൾ തുണി ഉണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് എന്താ ചെയ്യണേ? അതിനകത്ത് ഹൈ സ്പീഡിൽ കിടന്ന് കറക്കണം. അപ്പൊ അതിനകത്തുള്ള വെള്ളത്തുള്ളികൾ എന്ത് ചെയ്യും? പുറത്തേക്ക് തെറിച്ചു പോകാൻ ശ്രമിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ സെൻട്രിഫ്യൂഗൽ വെച്ച് പറഞ്ഞാൽ അതിനകത്തൊരു വെയിറ്റ് തൂക്കിയിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് തൂക്കിയിട്ടുന്ന സമയത്ത് ഇതിന്റെ നമ്മുടെ ആക്സലറേഷൻ കൂടുന്ന വണ്ടിയുടെ സ്പീഡ് കൂടുന്ന വെച്ചത് ഇതിങ്ങനെ തെറിച്ച് ഈ വെയിറ്റ് പുറത്തേക്ക് തള്ളി ഇങ്ങനെ വരാം. നമ്മള് ഈ ചില ഉത്സവങ്ങൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ യന്ത്ര ഊഞ്ഞാല് പോലത്തെ ഒരു ഊഞ്ഞാല് കണ്ടിട്ടില്ലേ?
നമ്മൾ ഇതിനകത്ത് കയറിയിരിക്കും, അതിന് സ്പീഡ് കൂടുന്ന ഇങ്ങനെ വിടർന്നു വരും, വിടർന്ന പോലെ വിടർന്നു വരും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് അതേപോലെ തന്നെ നമ്മൾ കിടന്ന് കറങ്ങുന്നതിന്റെ സ്പീഡ് കൂടുന്ന ആക്സിലേഷൻ കൂടുന്ന വെച്ചിട്ട് ഇതിന്റെ ഈ വെയിറ്റ് പുറത്തേക്ക് തള്ളി വരും. ഈ പുറത്തേക്ക് തള്ളി വരും ആ തള്ളുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇതിന്റെ ഫ്രിക്ഷൻ കൂടി വന്ന് ഇത് ഫുൾ പ്രഷറിൽ എവിടെ പിടിച്ചു നിർത്തും, ഈ ക്ലച്ച് പ്ലേറ്റിനെ ഫ്ലൈ വീലുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിർത്തും. അപ്പൊ സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യും, ഇത് വീണ്ടും അടുത്തടുത്ത് വരുമ്പോൾ ഈ പ്രഷർ പ്ലേറ്റും ഈ ഫ്ലൈ വീലുമായിട്ടുള്ള കോൺടാക്ട് കുറയും, അതിങ്ങനെ വിട്ടു വരാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആക്സിലറേഷൻ വഴിയായിട്ടാണ് ഇതിന്റെ കൺട്രോളിങ് നടത്തുക. പെഡലും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മൾ ആക്സിലറേഷൻ കൂടുമ്പോൾ ഇത് ഫുൾ ഇതിലേക്ക് വന്നിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്യും, ഇതിലേക്ക് എൻഗേജ് ആവും. അല്ലാത്ത സമയത്ത് വീണ്ടും തിരിഞ്ഞു വന്നിട്ട് എന്ത് ചെയ്യും, നോർമൽ പൊസിഷനിൽ എൻഗേജ് ആവാതെ രീതിയിൽ നിൽക്കും. ആക്സിലറേഷൻ കുറയുമ്പോൾ ഇത് എൻഗേജ് ആവാതെ നിൽക്കുന്നു. ഓക്കെ, അടുത്ത ഹൈഡ്രോളിക് ക്ലച്ചുകളാണ്. ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ പ്രവർത്തനം കൊണ്ട് വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളാണ് ഹൈഡ്രോളിക് ക്ലച്ചുകൾ. പിന്നെ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ ക്ലച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ഇമ്പല്ലർ ആയിരിക്കും, ഒരു ഇമ്പല്ലറിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും അടുത്തൊരു ഇമ്പല്ലർ ഉണ്ടാവുക. അപ്പൊ നമ്മൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിനകത്ത് നിന്നുള്ള ഒരു ഹൈഡ്രോളിക് ഓയില് മറ്റൊരു ഇമ്പല്ലറിൽ പോയി തട്ടും. ആ തട്ടിയിട്ട് അതിൽ കിടന്ന് കറക്കും. അതിൽ എവിടേക്ക് പോകുന്നത്, പ്രഷർ പോകുന്നത് ഈ ഗിയർ ബോക്സിലേക്ക് ഷാഫ്റ്റ് പോവുക. ആ ഇമ്പല്ലറിന്റെ ഹബ്ബിൽ നിന്നാണ് കണക്ഷൻ പോവുക. അപ്പൊ ഇവിടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് അപ്പുറത്തെ ഇമ്പല്ലർ എന്ത് ചെയ്യും, സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ സ്പീഡ് കുറയുമ്പോൾ ആ ഇമ്പല്ലറിന്റെ സ്പീഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതെങ്ങനെയാ, ഇതിനകത്തുനിന്ന് തെറിക്കുന്ന ഓയിലിന്റെ കൈനറ്റിക് എനർജി വെച്ചിട്ട് അല്ലെ, ആ എനർജി വെച്ചിട്ട് മറ്റത് കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഇത് എല്ലാം കൂടി ഒറ്റ കേസിങ്ങിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇതിനകത്ത് എന്തുണ്ടാവും, ഒരു ഫ്ലൂയിഡ്, ഒരു ഹൈഡ്രോളിക് ഓയിൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഇനി അടുത്ത് ഇലക്ട്രിക് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആക്ച്വേറ്റർ, അതായത് നമ്മൾ പെഡൽ ചവിട്ടുമ്പോൾ ഉണ്ടാകുന്ന മെക്കാനിക്കലി ആയിട്ടുള്ള വർക്കിംഗ് ഒക്കെ ഏതിനായിരിക്കും, ഒരു മാഗ്നറ്റിക് എഫക്ട് വെച്ചിട്ടായിരിക്കും നടക്കുക. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് വെച്ചിട്ടായിരിക്കും നടക്കുക. പവർ ചെല്ലുന്ന സമയത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട് ഉണ്ടാവും. അപ്പോൾ ബാക്കി പവർ ട്രാൻസ്മിഷൻ ഒക്കെ നടക്കുന്നത് മെക്കാനിക്കലി ആയിട്ടായിരിക്കും നടക്കുന്നത്. ഇതിന്റെ ഈ ഒരു പ്രഷറിങ് ഇതില്ലേ, പ്രഷർ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ പ്ലേറ്റ് കൊടുക്കുന്ന ഒരു സംഗതി ഇല്ലേ, അത് ഏത് വെച്ചിട്ടായിരിക്കും, ഇലക്ട്രോ മാഗ്നറ്റിക് ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ കൊടുക്കുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയ. ഇത് നേരത്തെ ഒരാൾ ചോദിച്ച സംശയം ചോദിച്ചാണ്, എന്താണ് ഡ്രൈ ക്ലച്ച് അല്ലെങ്കിൽ ഡ്രൈ ക്ലച്ച് എന്താന്ന് പറയും, അല്ലെങ്കിൽ വെറ്റ് ക്ലച്ചും. 2 രീതിയിലാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ, വെറ്റ് എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ നനഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഓയിലിൽ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള ക്ലച്ചുകളെ പറയുന്ന പേരാണ്, ഏതെന്ന് പറയുന്നത് വെറ്റ് ക്ലച്ച്. അപ്പൊ ഡ്രൈ ക്ലച്ച് എന്തായിരിക്കും, ഇതിനകത്ത് നോ ഓയിൽ. ഓക്കെ, അപ്പൊ ഡ്രൈ ക്ലച്ചും വെറ്റ് ക്ലച്ചും നമ്മൾ വ്യത്യാസം എത്രേ ഉള്ളൂ. വെറ്റ് ക്ലച്ച് നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുക, 2 വീലറിലാണ് ഉപയോഗിക്കുക. നിങ്ങൾ ബൈക്കിന്റെ ഒക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ കാണാം, അതിനകത്ത് ക്ലച്ചിന്റെ അവിടെ നമുക്ക് ഓയിൽ കാണാൻ പറ്റും. ഓയിലിന് മുങ്ങിയാണ് അത് ആ ക്ലച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, ഫ്രിക്ഷൻ കൂടുതലായിരിക്കും കുറവായിരിക്കും, ക്ലച്ചിന് ഫ്രിക്ഷൻ കുറവായിരിക്കും കൂടുതലായിരിക്കും പറയൂ. ലെസ് ആയിരിക്കും, കുറവായിരിക്കും അല്ലെ, ലെസ് ആയിരിക്കും. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പവർ ട്രാൻസ്മിഷനെ അത് ബാധിക്കൂലേ? തീർച്ചയായിട്ടും ബാധിക്കും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും, മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകൾ യൂസ് ചെയ്യും. മൾട്ടി പ്ലേറ്റ് ക്ലച്ച് എവിടെ യൂസ് ചെയ്യും, 2 വീലറുകളിൽ യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഒരു സ്ഥലത്തും കൂടി യൂസ് ചെയ്യും. എവിടെ യൂസ് ചെയ്യും, റേസിംഗ് കാറുകളിലും ഈ മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളാണ് യൂസ് ചെയ്യുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ വെറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് മൾട്ടി പ്ലേറ്റ്. അപ്പൊ കുറെ നല്ല വലിയ വണ്ടികളിൽ, വലിയ ഹെവി വെഹിക്കിളിലൊക്കെ ആയിരിക്കും മൾട്ടി പ്ലേറ്റ് ചിന്തിക്കരുത്. അവിടെ എന്ത് യൂസ് ചെയ്യുള്ളൂ, സിംഗിൾ പ്ലേറ്റ് ക്ലച്ചുകളെ യൂസ് ചെയ്യുള്ളൂ. മൾട്ടി പ്ലേറ്റ് എവിടെയാണ് യൂസ് ചെയ്യുക, ചെറിയ വാഹനങ്ങളിലാണ് യൂസ് ചെയ്യുക. അതായത് വെറ്റ് ക്ലച്ച് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. കാരണം വെറ്റ് ക്ലച്ച് ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഫ്രിക്ഷൻ കുറവായിരിക്കും. അപ്പൊ ഫ്രിക്ഷൻ അവിടെ കൂട്ടി കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ മൾട്ടി പ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക പ്രശ്നം എന്താണെന്ന് അറിയും, മൾട്ടി പ്ലേറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഹൈ ഹീറ്റ് ആയിരിക്കും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഹീറ്റ് കുറയ്ക്കണമെങ്കിൽ എന്ത് വേണം, ഈ പറഞ്ഞ ഓയില് അവിടെ ആ ഹീറ്റിന് ഡിസിപ്പേറ്റ് ചെയ്യാൻ ഓയിൽ വേണം. അപ്പൊ വലിയ വാഹനങ്ങളിലും നമുക്ക് അങ്ങനെ ഏത് കൊടുക്കാൻ പറ്റില്ല, ഈ പറഞ്ഞ മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് കൊടുക്കുന്നത് ചെറിയ വാഹനങ്ങളാണ്, 2 വീലറിലാണ്. എക്സാമിന് ചോദിക്കാറുള്ളതാണ്, 2 വീലറിലാണ് കൊടുക്കാറുള്ളത്. അപ്പൊ 2 വീലർ കൊടുക്കുമ്പോൾ
അവിടെ ഏത് തരം അവിടെ എന്തായിരിക്കും, വെറ്റ് ക്ലച്ച് ആയിരിക്കും ടൂ വീലറുകളിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. വെറ്റ് ക്ലച്ച് ആണ് ടൂ വീലറുകളിൽ ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ക്ലച്ചിനെ കുറിച്ച് നമുക്ക് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത് നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് പോവാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ക്ലച്ചസ്. ക്ലച്ചിനെ കുറിച്ച് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരിയല്ലാത്തത്? ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ എ, കോൺ ക്ലച്ച് പ്രൊവൈഡ് സ്മോളർ ഫ്രിക്ഷണൽ ഏരിയ. ഡോഗ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ്. കോൺ ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗ്രോ മെഷ് ഗിയർ ബോക്സ്. ഇൻ ഡോഗ് ക്ലച്ച് സ്ലിപ്പ് ഡസ് നോട്ട് ഒക്കർ. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എന്റെ ഒപ്പം തന്നെ ഒന്ന് ആൻസർ ചെയ്യാൻ പോവാൻ നോക്കുക. നിങ്ങൾ കൂടി ആൻസർ ചെയ്യുമ്പോൾ നമുക്കൊരു ഇന്ററാക്ഷൻ രീതിയിൽ പോകുമ്പോഴായിരിക്കും ഈ പിന്നെ ഇപ്പോൾ നമ്മളൊരു 4 or 5 അല്ലെങ്കിൽ 10 ആൾ ഇരുന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഒപ്പം തന്നെ ആൻസർ ചെയ്ത് പോകുക. അതിന്റെ ഒപ്പം ഞാൻ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാം, ആൻസർ പറഞ്ഞ് അതിന്റെ ഡീറ്റെയിലും കൂടി പറഞ്ഞു ഞാൻ വിടാം. ഓക്കെ, പല ആൻസറുകൾ വരുന്നുണ്ട്. സുഹേല്, ഓക്കെ, കറക്റ്റ് ആണ് സുഹേല്. അടുത്ത ആളുകൾ ആൻസർ വരട്ടെ. സോണറ്റ് കറക്റ്റ് ആണ്, കറക്റ്റ് ആൻസർ ആണ് ചെയ്തിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ആണ് ഷാൻ ഹമീദെ ഒന്നുകൂടെ നോക്കൂ. ഷാൻ ഹമീദെ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കൂ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്ക്. ഇനി ആരാ? ആൻസർ ചെയ്യൂ. വേഗം പോരട്ടെ ആൻസറുകൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? കോൺ ക്ലച്ച് പ്രൊവൈഡ് സ്മോളർ ഫ്രിക്ഷൻ ഏരിയ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കോൺ ക്ലച്ച് കുറഞ്ഞ ഫ്രിക്ഷണൽ ഏരിയ കൊടുക്കുന്നുള്ളൂ. ഫ്രിക്ഷണൽ ഏരിയ കുറവാണ്. ഡോഗ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലാണ് ഡോഗ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. കോൺ ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ സിംഗ്രോ മെഷ് ഗിയർ ബോക്സിലാണ്. കോൺ ക്ലച്ച് ഉപയോഗിക്കുന്ന സിംഗ്രോ മെഷ് ഗിയർ ബോക്സിലാണ്. ഇൻ ഡോഗ് ക്ലച്ച് സ്ലിപ്പ് ഡസ് നോട്ട് ഒക്കർ. ഡോഗ് ക്ലച്ചിൽ സ്ലിപ്പ് വരുന്നേ ഇല്ല. ഡോഗ് ക്ലച്ച് എന്താണെന്ന് ഞാൻ പറയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ക്ലച്ച്. ക്ലച്ചിനെ കുറിച്ച് ശരിയല്ലാത്തത് പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ശരിയല്ലാത്തത്, ഇതിനകത്ത് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? കോൺ ക്ലച്ചിന് സ്മോളർ ഫ്രിക്ഷണൽ ഏരിയ അല്ല, നല്ല ഫ്രിക്ഷണൽ ഏരിയ ഉണ്ട്. ഏതിന്? അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. കോൺ ക്ലച്ചിന് സ്മോളർ ഫ്രിക്ഷൻ ഏരിയ അല്ല. ഡോഗ് ക്ലച്ച് യൂസ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ്. അതെ, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലാണ് ഡോഗ് ക്ലച്ച്. നമ്മൾ ഗിയർ ബോക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇനി കോൺ ക്ലച്ച് സിംഗ്രോമെഷ് ഗിയർ ബോക്സിലാണ് ഉപയോഗിക്കുന്നത്. അതെ, സിംഗ്രോമെഷ് ഗിയർ ബോക്സ് ആണ് ഇപ്പൊ സാധാരണ രീതിയിൽ നമ്മൾ മാനുവൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത് സിംഗ്രോമെഷ് ഗിയർ ബോക്സുകളാണ്. അപ്പൊ അതിനകത്ത് ഉപയോഗിക്കുന്ന ക്ലച്ചാണ് കോൺ ക്ലച്ചുകൾ. ഇൻ ഡോഗ് ക്ലച്ച് സ്ലിപ്പ് ഡസ് നോട്ട് ഒക്കർ. അതായത് ഇതിനകത്ത് സ്ലിപ്പ് ഉണ്ടാവുന്നില്ല. ശരിയാണ്, ഡോഗ് ക്ലച്ചിൽ സ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം ഇല്ല. കാരണം ഒരു പല്ലിന്റെ ഉള്ളിൽ പല്ല് കയറിയിരിക്കുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ക്ലച്ചുകളാണ് ഏതെന്ന് ഡോഗ് ക്ലച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് കോൺ ക്ലച്ച് എന്ന് പറഞ്ഞാൽ. അതായത് ഈ ഒരു സർഫേസ് ആണ് സാധാരണ രീതിയിൽ ഈ ഒരു സ്പ്രിങ്ങിന്റെ പ്രഷർ കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് എക്സർട്ട് ആയിരിക്കും, ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. അങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഈ ഭാഗത്താണ് ഇതിന്റെ കോണ്ടാക്ട് വരുന്നത്. ഈ ഫ്ലൈ വീലിൽ ഇതുമായിട്ട് കോണ്ടാക്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പൊ ഇങ്ങനെ കോൺ ആകൃതി ഇരിക്കുന്നത് ചെരിഞ്ഞിരിക്കുന്ന പ്രതലം, ചെരിഞ്ഞിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ ട്രയാങ്കിൾ ഒക്കെ പഠിച്ചു. ട്രയാങ്കിൾ ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തിനായിരിക്കും ലെങ്ത് കൂടുതൽ വരും അല്ലെ. അപ്പൊ ആ ചെരിഞ്ഞിരിക്കുന്ന ഭാഗം കൊണ്ട് തന്നെ ഇവിടെ ലെങ്ത് കൂടുതലായിരിക്കും. അങ്ങനെ ലെങ്ത് കൂടുതലായിരിക്കുമ്പോൾ ഈ ഏരിയ ആയിരിക്കും കൂടുതൽ, ചെരിഞ്ഞിരിക്കുന്ന ഏരിയ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്താണ് ഫ്രിക്ഷൻ നടക്കുന്നത്. അപ്പൊ ഫ്രിക്ഷൻ നടക്കുന്ന ഏരിയയും ഏതില് കൂടുതലായിരിക്കും? കോൺ ക്ലച്ചിൽ കൂടുതലായിരിക്കും. ഈ ഭാഗത്താണ് ഫ്രിക്ഷൻ നടക്കുന്നത്. ഈ ഭാഗത്താണ് ഫ്രിക്ഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഭാഗത്ത് നല്ല ഏരിയ കൂടുതലല്ലേ, ചെരിഞ്ഞിരിക്കുകയാണ് ചെയ്യണത്. ഇതിങ്ങനെ ചെരിഞ്ഞിരിക്കുന്നത്, കോൺ പോലെ ചെരിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉൾഭാഗവും അതേപോലെ ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് ഈ ഫ്ലൈ വീലിന്റെ ഉൾഭാഗം, അതായത് ഈ ഭാഗവും ഇതേപോലെ ചെരിഞ്ഞായിരിക്കും. അപ്പൊ ഈ രണ്ട് ചെരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങളായതുകൊണ്ട് ലെങ്ത് കൂടുതലായിരിക്കും. ലെങ്ത് കൂടുമ്പോൾ ശരി എന്തായിരിക്കും? ഫ്രിക്ഷനും കൂടുതലായിരിക്കും. ഇനി അടുത്തതാണ് ഡോഗ് ക്ലച്ച്. ഡോഗ് ക്ലച്ചിന് വേറൊരു പേര് കൂടി ഓർത്ത് വെക്കുക. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലാതായിരിക്കും. ജോ ക്ലച്ച് എന്നും കൂടി ഇതിനൊരു പേരുണ്ട്. ജോ ക്ലച്ച് അല്ലെങ്കിൽ ഡോഗ് ക്ലച്ച്, രണ്ട് പേരുള്ളതിനെയും നമുക്ക് ഡോഗ് ക്ലച്ചിനെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാനുണ്ടാവും. പക്ഷെ ജോ ക്ലച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ജോ ക്ലച്ച്. അപ്പൊ അതുകൊണ്ട് ഓർത്ത് വയ്ക്കാം. എന്തായിരിക്കും? ഇതിനകത്ത് കുറെ ജോ പോലെ ഉണ്ട് അല്ലെ, പട്ടിയുടെ പല്ല് പോലെ അല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്, ജോ പോലെ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഡോഗ് ക്ലച്ചിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ ജോകൾ ഒന്നിന്റെ ഉള്ളിലേക്ക് കയറി ഇരുന്നിട്ടാണ് ഇതിനകത്തുള്ള കറക്കം നടക്കുക. അപ്പൊ അങ്ങനെ കറങ്ങുന്ന സമയത്ത് ഇതിനകത്ത് സ്ലിപ്പ് ഉണ്ടാവുമോ? ഇല്ല, സ്ലിപ്പ് ഉണ്ടാവില്ല. കാരണം ഗിയറിനകത്ത് സ്ലിപ്പ് ഉണ്ടോ? ഇല്ല. ഗിയർ നമ്മൾ പഠിച്ചതാണ്, ഗിയറിനകത്ത് സ്ലിപ്പ് ഇല്ല. അപ്പോൾ ഗിയർ ടീത്തുകളിൽ സ്ലിപ്പ് ഇല്ല. അതേസമയം ബെൽറ്റിൽ പവർ ട്രാൻസ്മിഷൻ നമ്മൾ പഠിച്ച സമയത്ത്, മെക്കാനിക്കലിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് പവർ ട്രാൻസ്മിഷനിൽ ബെൽറ്റിൽ സ്ലിപ്പ് ഉണ്ട്, ഗിയറിൽ സ്ലിപ്പ് ഇല്ല, ചെയിനിൽ സ്ലിപ്പ് ഇല്ല എന്നൊക്കെ പറയാം. എന്തുകൊണ്ടാ? ടീത്തുകൾ എൻഗേജ് ആവുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ടാവില്ല? ഈ സ്ലിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ,
ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? കുറച്ചുകൂടെ സ്പീഡിൽ പോകണോ ഞാൻ, അതോ നിങ്ങൾക്ക് ഈ സ്പീഡ് മതിയോ? കാരണം കുറച്ചുകൂടെ ക്വസ്റ്റ്യൻ ഉണ്ട്. സ്പീഡിൽ പോകണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ സ്പീഡിലേക്ക്, ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ കഥയൊക്കെ പറഞ്ഞു പോകാം. എന്ത് വേണം? സ്പീഡ് വേണോ? മടുത്തോ? ഓക്കെ, ശരി ശരി, ഓക്കെ. വോബ്ലിംഗ്, ഡ്രാഗിങ്, സ്ലിപ്പിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് സുഹേൽ. എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ക്ലാസ്സിൽ ഇനി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടി കഴിഞ്ഞാൽ ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് അത്രയും തീരില്ല. അതുകൊണ്ട് അടുത്തൊരു ഇതിലേക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, നമ്മുടെ ഇതിനനുസരിച്ച് ഈ ഒരു സിലബസിൽ ഇത്രയും ഡീറ്റെയിൽ പോകേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഓക്കെ, നമ്മളത് അത് നമ്മൾ സാധാരണ നമുക്ക് നോക്കേണ്ടി വരുന്നത് മെയിൻ്റനൻസ് ഒക്കെ വരുന്ന സംഗതിയില്ല, ആ സ്ഥലങ്ങൾ അങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരുന്നില്ലേ. പിന്നെ എന്താ പറയാ, ഓട്ടോമൊബൈൽ മെയിൻ്റനൻസ് അങ്ങനെയുള്ള സെക്ഷനിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ ഈ ക്ലച്ചിന്റെ പ്രശ്നങ്ങളും അതിന്റെ ഫൈൻഡിങ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അപ്പോൾ അങ്ങനെ അതിനകത്തുള്ള എന്തൊക്കെയാണ് റെമഡീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലേക്ക് നോക്കിയാൽ മതി എന്നാണ്. ഈ ഒരു എക്സാമിന് അതിന് നോക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞിരുന്നു, അടുത്തതിലേക്ക് ഞാൻ പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം. സ്ലിപ്പിംഗ് എന്താണ്, ഡ്രാഗിങ് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ഡോഗ് ക്ലച്ച് ആർ യൂസ്ഡ് ഇൻ, എവിടെയാണ് യൂസ് ചെയ്യുക? ഗിയർ ബോക്സ്, ഫ്രിക്ഷൻ ക്ലച്ചസ്, ബ്രേക്ക്, ഡിഫറൻഷ്യൽ, എവിടെയാണ് ഡോഗ് ക്ലച്ച്? ഞാൻ നേരത്തെ പറഞ്ഞു ഡോഗ് ക്ലച്ച് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത് കൃത്യമായിട്ട്. കഴിഞ്ഞ പിന്നെ ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ഓപ്ഷൻസ് നിങ്ങൾ ഓർത്ത് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്താ പറയുക, അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഡോഗ് ക്ലച്ച് എവിടെയാണ് യൂസ് ചെയ്യുക. അതിന് സ്ലിപ്പ് ഇല്ല എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു അതെന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ ക്വസ്റ്റ്യന്റെ രണ്ടാമത്തെ ഓപ്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഡോഗ് ക്ലച്ച് ആർ യൂസ്ഡ് ഇൻ. എവിടെയായിരുന്നു ഡോഗ് ക്ലച്ച് ആർ യൂസ്ഡ് ഇൻ? ആൻസറുകൾ പോന്നോട്ടെ. ഓക്കെ, അപ്പൊ ഡോഗ് ക്ലച്ച് ആർ യൂസ്ഡ് ഇൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ക്ലച്ച് ആണോ, ബ്രേക്കുകളിലാണോ, ഡിഫറൻഷ്യലിലാണോ, ഗിയർ ബോക്സിലാണോ? എവിടെയാണ് യൂസ് ചെയ്യുക? മറ്റെവിടെയാണ് അതല്ലേ? ഗിയർ ബോക്സിലാണ് യൂസ് ചെയ്യുക. ഗിയർ ബോക്സിൽ ഏത് ഗിയർ ബോക്സിലാണ്? സിംക്രോ മെഷിലാണോ അതോ സ്ലൈഡിംഗ് മെഷിലാണോ? ഏതിലാണ് യൂസ് ചെയ്യുക? സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിലാണ് യൂസ് ചെയ്യുക. സ്ലൈഡിംഗ് മെഷ് ഓർത്ത് വയ്ക്കുക. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ ഉപയോഗിക്കുന്നത് ഏതാണ്? ഏത് ഗിയറാണ്? ഡോഗ് ക്ലച്ചുകൾ. ഏത് ക്ലച്ചുകളാണ്? ഡോഗ് ക്ലച്ചുകളാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ ഉപയോഗിക്കാന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഫ്രിക്ഷൻ ക്ലച്ചുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡയഫ്രം ക്ലച്ചുകളും അതുപോലെ തന്നെ സിംഗിൾ പ്ലേറ്റ്, മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളൊക്കെ ഫ്രിക്ഷൻ ക്ലച്ച്. ഇതും ഫ്രിക്ഷൻ ആണോ വെച്ചാൽ ആണോ? ആണെന്ന് വെച്ചാൽ ആണ്, അല്ലെന്ന് വെച്ചാൽ അല്ല. കാരണം ടീത്ത് എൻഗേജ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്ത് സോറി, മൈ മിസ്റ്റേക്ക്. സ്ലൈഡിംഗ് മെഷ് അല്ല, കോൺസ്റ്റന്റ് മെഷ്. ഓക്കെ, മൈ മിസ്റ്റേക്ക്. കോൺസ്റ്റന്റ് മെഷ്. താങ്ക് യു സോണത്തെ, വിട്ടുപോയതാണ്, മാറിപ്പോയതാണ്. സ്ലൈഡിംഗ് മെഷ് അല്ല, കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലാണ് ഏത് ഉപയോഗിക്കുക? നമ്മൾ ഡോഗ് ക്ലച്ചുകൾ ഉപയോഗിക്കുക. സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ പറഞ്ഞ കോൺ ക്ലച്ചുകൾ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സിംക്രോ മെഷ് ഗിയർ ബോക്സിൽ ഉപയോഗിക്കുന്ന അതേ മെക്കാനിസം തന്നെയാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിലും നമ്മൾ ഉപയോഗിക്കുക. അത് സ്ലൈഡ് ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പിന്നെ സ്പ്ലൈൻസിലാണ് നമ്മൾ സ്ലൈഡ് ചെയ്ത് പോകുന്നത് നമ്മൾ ഓർത്ത് വയ്ക്കും. സ്പ്ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ തട്ടിയിടുകയാണ് ചെയ്യുക. ഈ സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സിൽ. കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിലാണ് ഈ ഡോഗ് ക്ലച്ചിൽ. അപ്പൊ ഈ ഡോഗ് ക്ലച്ചിന്റെ പ്രത്യേകത വെച്ചാൽ ഡോഗ് ക്ലച്ചിൽ നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് എൻഗേജ് ചെയ്യിക്കൽ ബുദ്ധിമുട്ടാണ്. അതായത് വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതാണ് കോൺസ്റ്റന്റ് മെഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തേക്ക് എൻഗേജ് ചെയ്യിക്കുന്ന ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക, ഡോഗ് ക്ലച്ചുകൾ ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു സോണറ്റ്, വിട്ടുപോയതാണ്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ക്ലച്ചസ് ഇസ് യൂസ്ഡ് ഇൻ ടൂ വീലേഴ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞു ടൂ വീലർ ഉപയോഗിക്കുന്ന ക്ലച്ചുകൾ ഏത് ടൈപ്പ് ക്ലച്ചാണ്? കോൺ ക്ലച്ച്, ഡയഫ്രം ക്ലച്ച്, മൾട്ടിപ്ലേറ്റ് ക്ലച്ച്, ഡോഗ് ക്ലച്ച്. ഇതിൽ ഏത് ക്ലച്ചാണ് ടൂ വീലറുകൾ ഉപയോഗിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞു ടൂ വീലറുകളിൽ ഉപയോഗിക്കാനുള്ള കാരണവും ഞാൻ പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ടുള്ള ആൻസറുകൾ വരുന്നുണ്ട്. ഏതായിരുന്നു? ഏത് ക്ലച്ചാണ് ഉപയോഗിക്കുക? ഏത് ക്ലച്ചാണ്? പെട്ടെന്ന് എല്ലാവരും നല്ല കൃത്യമായിട്ട് ആൻസർ തന്നുകൊണ്ട് ഞാൻ വീണ്ടും പോവാണ്, സ്പീഡിൽ പോവാണ്. ഏതാണ്? മൾട്ടിപ്ലേറ്റ് ക്ലച്ചാണ്. കാരണം മൾട്ടിപ്ലേറ്റ് ക്ലച്ച് ടൂ വീലറിൽ ഏതിനാണ്? വെറ്റ് ക്ലച്ചുകളാണ് ഉപയോഗിക്കുക. വെറ്റ് ക്ലച്ചാണ്.
ക്ലച്ച് ആണ്. വെറ്റ് ക്ലച്ച് എന്ന് പറഞ്ഞാൽ ഓയിലിന്റെ ഇമ്മേഴ്സ്ഡ് ആയിരിക്കും. ഓയിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹൈ ഫ്രിക്ഷൻ, കൂടുതൽ ഫ്രിക്ഷൻ ഏരിയ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫ്രിക്ഷൻ ഏരിയ കൂടുതൽ കൊടുക്കണമെങ്കിൽ ഏത് ക്ലച്ചേ പറ്റുള്ളൂ? മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളെ പറ്റുള്ളൂ. ഫ്രിക്ഷൻ ഏരിയ കൂടുതൽ കൊടുക്കണമെങ്കിൽ മൾട്ടി പ്ലേറ്റ് ക്ലച്ചുകളെ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് വേറെ സ്ഥലത്തും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു റേസിംഗ് കാറുകളിലും കൂടി ഏത് ഉപയോഗിക്കുന്നുണ്ട്? മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലച്ച് ഈസ് നോർമലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ, ക്ലാസ് തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ക്ലച്ച് ഈസ് നോർമലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ. എവിടെ ഉപയോഗിക്കാം? ക്ലച്ച് ഈസ് നോർമലി ലൊക്കേറ്റഡ് ബിറ്റ്വീൻ എവിടെ ഉപയോഗിക്കാം? ഗിയർ ബോക്സ് ആൻഡ് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, ഫൈനൽ ഡ്രൈവ് ആൻഡ് ഡിഫറൻഷ്യൽ, എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ്, പ്രൊപ്പല്ലർ ഷാഫ്റ്റ് ആൻഡ് ഫൈനൽ ഡ്രൈവ്. എവിടെ ഉപയോഗിക്കും? ഇതിന് സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. ഇത് അറിയില്ലേ പിന്നെ നമ്മളിത് പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെ? എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിന്റെ ഇടയ്ക്കാണ്. ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഗിയർ ബോക്സിന്റെയും ഫ്ലൈ വീലിന്റെയും ഇടയ്ക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. ഫ്ലൈ വീലിന്റെയും ഗിയർ ബോക്സിന്റെ ഇടയ്ക്കാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വീണ്ടും പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ക്ലച്ച് ഫേസിംഗ് ആർ യൂഷ്വലി സെക്യൂർഡ് ടു ദ ഡിസ്ക് ബൈ. ക്ലച്ച് ഫേസിംഗ് ആർ യൂഷ്വലി സെക്യൂർഡ് ടു ദ ഡിസ്ക് ബൈ. ഡിസ്കിൽ എങ്ങനെ ക്ലച്ച് ഫേസിംഗ് ഉറപ്പിച്ചു വയ്ക്കും? ഏതാണ്? സ്റ്റീൽ റിവെറ്റ്, ബ്രാസ് റിവെറ്റ്, മെറ്റൽ സ്ക്രൂസ്, ബോണ്ടിങ് സിമെന്റ്. ഏതാണ്? ഇതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവുന്ന 1-2 ആൻസറുകളുണ്ട്. രണ്ട് ആൻസറുകളുണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. ഏതായിരുന്നു ആൻസർ? ഏതായിരുന്നു? സ്റ്റീൽ റിവെറ്റ്, ബ്രാസ് റിവെറ്റ്, മെറ്റൽ സ്ക്രൂ, ബോണ്ടിങ്. കൃത്യമായിട്ടുള്ള ആൻസറുകൾ വന്നിട്ടുണ്ട്. ഏതായിരുന്നു? ബ്രാസ് റിവെറ്റിലാണ് നമ്മൾ ചെയ്യാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ ബോണ്ടിങ് സിമെന്റ് ഉണ്ടോ? മറ്റൊരു സാധനം സ്പെഷ്യൽ ടൈപ്പ് ഗ്ലൂ ആണ്. സ്പെഷ്യൽ ടൈപ്പ് ഗ്ലൂ കൂടി യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കും. ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടി വന്നിട്ട് ബോത്ത് എ ആൻഡ് ബി എന്ന് വന്നു കഴിഞ്ഞാൽ അന്ന് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത് ഓർത്ത് വയ്ക്കൊന്ന് അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതുവരെ ചോദിച്ച എക്സാമുകൾക്കൊക്കെ ഈ ബ്രാസ് റിവെറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ആസ് എ ജനറൽ റൂൾ, ഇഫ് ഫേസിംഗ് ഓഫ് ദ ഫ്രിക്ഷൻ പ്ലേറ്റ് ഓഫ് എ ക്ലച്ച് ആർ വോൺ ഡൗൺ ടു ദ റിവെറ്റ് ഹെഡ്സ്. അതായത് ജനറൽ ഇഫ് ദ ഫേസിംഗ് ഓൺ ദ ഫ്രിക്ഷൻ പ്ലേറ്റ് ഓഫ് ദ ക്ലച്ച് ആർ വോൺ ഡൗൺ, അതായത് തേഞ്ഞു തീരുക. ടു ദ റിവെറ്റ് ഹെഡ് വരെ തേഞ്ഞു തീരുക. എന്ത് ചെയ്യണം? റിവെറ്റ് ഹെഡിന്റെ അവിടം വരെ ഈ ഫ്രിക്ഷൻ ഫേസിങ്, അതായത് ഫ്രിക്ഷൻ കൊടുക്കുന്ന, അതായത് ലൈനിങ് മെറ്റീരിയൽ തേഞ്ഞു തീർന്നു കഴിഞ്ഞാൽ, ഫ്രിക്ഷൻ ഫേസിംഗ് എന്ന് പറഞ്ഞാൽ ലൈനിങ് മെറ്റീരിയൽ തേഞ്ഞു തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? The rivet should be replaced, the friction plate should be replaced, the clutch should be replaced, the linkage should be adjusted. എന്ത് ചെയ്യണം? ഇന്ത്യക്കാരുടെ നമ്മുടെ പ്രാക്ടിക്കൽ മനോഭാവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ട. പ്രാക്ടിക്കൽ മനോഭാവത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കേണ്ട. നമ്മൾ കുറച്ച് കാശുള്ള ആൾക്കാരാണെന്നുള്ള രീതിയിൽ തന്നെ ചിന്തിക്കുക. അപ്പൊ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പാവപ്പെട്ടവരായിട്ട് ചിന്തിക്കേണ്ട. The rivet should be replaced. റിവറ്റ് ആണോ മാറ്റേണ്ടത്? അല്ലെങ്കിൽ ഫ്രിക്ഷൻ പ്ലേറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ്. ഫ്രിക്ഷൻ പ്ലേറ്റ് ആണോ മാറ്റേണ്ടത്? ക്വസ്റ്റ്യൻ എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ജനറൽ റൂളിൽ എന്താണ്? ഫേസിംഗ് ഓൺ ദ ഫ്രിക്ഷൻ പ്ലേറ്റ്. ഫ്രിക്ഷൻ പ്ലേറ്റിന്റെ മുകളിലുള്ള ഫേസിംഗ് എവിടം വരെ തേഞ്ഞു തീർന്നു? റിവറ്റ് ഹെഡിന്റെ അവിടം വരെ തേഞ്ഞു തീർന്നു. അതായത് ഇനി തേഞ്ഞു കഴിഞ്ഞാൽ റിവറ്റ് ഹെഡ് അടക്കം തേഞ്ഞു പോകും. അപ്പൊ അത്രയും തേഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ദ റിവറ്റ് ഹെഡ് ഷുഡ് ബി റീപ്ലേസ്ഡ്. ആണോ? റിവറ്റ് ഹെഡ് ആണോ മാറ്റേണ്ടത്? അല്ല. എന്താണ് മാറ്റേണ്ടത്? ഫ്രിക്ഷൻ പ്ലേറ്റ് ഷുഡ് ബി റീപ്ലേസ്ഡ്. ഫ്രിക്ഷൻ പ്ലേറ്റ് നമ്മൾ മാറ്റണം അല്ലെ? അത്രയും തേഞ്ഞു തീർന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ ഫ്രിക്ഷൻ പ്ലേറ്റ് തേഞ്ഞു തീർന്നു, അത് റീപ്ലേസ് ചെയ്യാനായി എന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം. അതായത് ഓപ്ഷൻ എ ഒക്കെ തന്നിരിക്കുന്നത് ചാടി പിടിച്ച് കുത്താൻ പറ്റിയ രീതിയിലുള്ള ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാം. സാധാരണ നിങ്ങൾ ഒരു ട്രിക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല വെച്ചോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡൗട്ട് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ദ നമ്മൾ അതിനകത്തുള്ള ഇമ്പോർട്ടന്റ് വേർഡുകളില്ലേ, ഓൺ ദ ഫ്രിക്ഷൻ പ്ലേറ്റ്, ഫേസിംഗ് ഓൺ ദ ഫ്രിക്ഷൻ പ്ലേറ്റ്, വോൺ ഡൗൺ ടു ദ റിവറ്റ് ഹെഡ്, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് സംഗതികൾ അടിയിലൊന്ന് വരച്ചിടുക. അങ്ങനെ വരച്ചിടുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ ഈ എക്സാം എഴുതിയിട്ടുള്ള എക്സാം പരിചയമുള്ള ആളുകൾക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ എപ്പോഴും തെറ്റ് വരുത്തുന്നത് ഇങ്ങനെയുള്ള വേർഡുകൾ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചിന്തിക്കുന്ന സമയത്താണ് നമുക്ക് തെറ്റ് വരിക. അപ്പൊ അങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആ സമയം വരെ നമ്മുടെ മനസ്സിൽ മുഴുവൻ ഉണ്ടാവുക, ഓ ഇത് തന്നെയാണ് കറക്റ്റ് ആൻസർ എന്നായിരിക്കും. എക്സാം ഹാൾ കഴിഞ്ഞ് പുറത്തിറക്കുമ്പോഴാണ് അവർക്ക് അയ്യോ അതല്ലല്ലോ, ഇത് ഇങ്ങനെയാണല്ലോ ചോദിച്ചതെന്ന് നമുക്ക് അന്നേരമാണ് ബോധം വരുള്ളൂ. അപ്പൊ ആ ബോധം എക്സാം ഹാളിൽ ഇരുന്ന് വരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ട്രിക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ആ ഇമ്പോർട്ടൻറ്റ് സംഗതിന്റെ അടിയിൽ ഒരു ലൈൻ ഇട്ട് വെച്ചേക്കാം, ഒന്ന് വരച്ചു വെച്ചേക്കാം. എന്ന് ചോദിച്ചാൽ എല്ലാ ക്വസ്റ്റിന്റെ അടിയിൽ ഇങ്ങനെ വരയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ വരയ്ക്കാനേ സമയം ഉണ്ടാവുള്ളൂ, എഴുതാൻ സമയം കിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട്
അങ്ങനെ കൺഫ്യൂഷൻ വരുന്ന സാധനങ്ങളുടെ അടിയിൽ ഒന്ന് വരയിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നിങ്ങളുടെ ഈ പറയുന്ന മിസ്റ്റേക്ക് ഒഴിവാക്കി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഒന്ന് പരീക്ഷിച്ച് നോക്കുക, യൂസ്ഫുൾ ആണെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ വിട്ടു കളഞ്ഞേക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഏഴാമത്തെ, ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഈസ് മൗണ്ടഡ് ഓൺ. പ്രഷർ പ്ലേറ്റ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഫ്ലൈ വീലിലാണോ, ക്ലച്ച് കവറിലാണോ, ഫ്രിക്ഷൻ പ്ലേറ്റിലാണോ, അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിലാണോ? ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഈസ് മൗണ്ടഡ് ഓൺ. എവിടെയാണ് വെച്ചിരിക്കുന്നത്? എവിടെയാണ് വെച്ചിരിക്കുന്നത്? ക്ലച്ച് കവറിലാണോ, ഫ്ലൈ വീലിലാണോ? പല ആൻസറുകൾ വരുന്നുണ്ട്. അതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അവിടെ. അതെന്താന്ന് ഞാൻ പറഞ്ഞ. ഓക്കെ, 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 ഓക്കെ. ഈ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ, ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പ്ലേറ്റ് മൗണ്ടഡ് ആണ്. എവിടെയാണ്? ഉറപ്പിച്ചിരിക്കുന്നതാണ്. അപ്പൊ എവിടെ ഉറപ്പിച്ചിരിക്കുന്നത്? ഉറപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തുള്ളൂ, ഫ്ലൈ വീലിലുള്ളൂ, ഫ്ലൈ വീലിൽ. ഇനി സാധാരണ രീതിയിൽ ഈ ക്ലച്ച് പ്രഷർ പ്ലേറ്റും അതുപോലെ തന്നെ ക്ലച്ച് കവർ പ്ലേറ്റും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കവർ പ്ലേറ്റും ഒറ്റ ഇതിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതിനെ ചില സ്ഥലങ്ങളിൽ ഇത് രണ്ടും ഒറ്റ ഒരു ഇതായിട്ട് തന്നെ പറയാറുണ്ട്. ഓക്കെ, അപ്പോ ക്ലച്ച് പ്രഷർ പ്ലേറ്റ് ഉറപ്പിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എവിടെയാണത്? ഫ്ലൈ വീലിലാണെന്ന് ഓർത്ത് വയ്ക്കുക. മാറിപ്പോരുത്. മൗണ്ടഡ് ഓൺ ദ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ക്ലച്ച് പ്രഷർ പ്ലേറ്റ് മൗണ്ടഡ് ഓൺ ദ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എവിടെ ഉപയോഗിക്കുക? ഇത് ഓർത്ത് വയ്ക്കുക, ഫ്ലൈ വീലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി when the clutch is engaged, the spring pressure clamps friction plate between the pressure plate and, അതായത് ക്ലച്ച് എൻഗേജ് ആയിരിക്കുന്ന സമയത്ത്, ക്ലച്ച് എൻഗേജ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ ക്ലച്ച് അതിനകത്ത് ടച്ച് ആയിരിക്കുന്ന സമയത്ത്, അതായത് ക്ലച്ച് ഷാഫ്റ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, the springs pressure clamp friction plate between the pressure plate clamps the friction plate. അതായത് സ്പ്രിംഗ് പ്രഷർ ക്ലാമ്പുകൾ എന്ത് തമ്മിലാണ് ക്ലാമ്പ് ചെയ്തത്? ഫ്രിക്ഷൻ പ്ലേറ്റ് ബിറ്റ്വീൻ പ്രഷർ പ്ലേറ്റും എന്തിന്റെ ഇടയ്ക്കും? ഫ്രിക്ഷൻ പ്ലേറ്റും ഇതിന്റെ ഇടയ്ക്ക്, പ്രഷർ പ്ലേറ്റിന്റെ ഇടയ്ക്കും പിന്നെ ഇതിന്റെ ഇടയ്ക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രിക്ഷൻ പ്ലേറ്റ് ഏതെന്റെയോ രണ്ടെണ്ണത്തിന്റെ ഇടയ്ക്കാണ് ക്ലാമ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഏതിന്റെ ഇടയ്ക്കാണ്? ഒന്ന് പ്രഷർ പ്ലേറ്റ് ആണ്, മറ്റൊന്ന് എന്താ? മറ്റൊന്നത് ഓക്കെ, കൃത്യമായിട്ട് എട്ടാമത്തെ ഉത്തരം, എട്ടാമത്തെ ഡിഫറൻഷ്യല്, റിയാക്ഷൻ പ്ലേറ്റ്, ക്ലച്ച് പെഡല്, ഫ്ലൈ വീല്, ഏതാണ് കറക്റ്റ് ആൻസർ? എട്ടാമത്തെ ആൻസർ എ ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യം ഉണ്ടാവണം എന്താണ്? ഫ്ലൈ വീല്, അതിനുശേഷം ക്ലച്ച് പ്ലേറ്റ്, അതിനുശേഷം പ്രഷർ പ്ലേറ്റ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് എന്ന് പറഞ്ഞത് ഈ ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവുന്നത് ഓർത്ത് വയ്ക്കുക. ക്ലച്ച് പ്ലേറ്റ് ഉണ്ടാവും. ഓക്കെ, ഈ പ്രഷർ പ്ലേറ്റ് ഇതിനെ ഇങ്ങോട്ട് തള്ളിപ്പിടിക്കും, തള്ളിപ്പിടിക്കും. ഓക്കെ, അങ്ങനെ തള്ളിപ്പിടിക്കും. അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ആൻസർ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, മോസ്റ്റ് വെഹിക്കിൾ ഹാവ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കണക്ട് ദ എഞ്ചിൻ ടു ദ ഗിയർ ബോക്സ് ബൈ മീൻസ് ഓഫ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഓർത്ത് വയ്ക്കുക, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ എഞ്ചിൻ ടു ദ ഗിയർ ബോക്സ്, എഞ്ചിനും ഗിയർ ബോക്സ് ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഡോർ ക്ലച്ച്, ഫ്ലൂയിഡ് ക്ലച്ച്, ട്രൈ ക്ലച്ച്, വെറ്റ് ഫ്രിക്ഷൻ ക്ലച്ച്. ഏത് ക്ലച്ചാണ്? ഓട്ടോമാറ്റിക്കിന് ഒരു ഓർത്ത് വയ്ക്കുക. ഓട്ടോമാറ്റിക്കിന്റെ പ്രത്യേകത എന്താണ്? ഒമ്പതാമത്തെ ആൻസർ, അതെ, വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. എല്ലാവരും തന്നെ ഫ്ലൂയിഡ് ക്ലച്ച് ആണ്. ഫ്ലൂയിഡ് ക്ലച്ചിന്റെ പ്രത്യേകത എന്താ? ഇതിന് എന്തില്ല? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എന്തില്ലാത്ത എന്ന് പറയാം? ഫ്ലൂയിഡ് ക്ലച്ചിന് എന്തോ ഒരു സാധനം ഇല്ല. സാധാരണ ക്ലച്ചിനുള്ള ഒരു സാധനം ഇതിനില്ല. ഒന്ന് പറയാൻ പറ്റുമോ എന്താ ഇല്ലാത്തതെന്ന്? യെസ്, വളരെ കൃത്യമായിട്ട്. നിങ്ങൾ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചിരിക്കുന്ന ആളുകൾക്ക് അറിയാം, ഇതിനകത്ത് എന്തില്ല? ഒരു പെഡല് കുറവായിരിക്കും. ഏത് കൂടുതലായിരിക്കും? ക്ലച്ച് പെഡൽ ഇല്ല. ഏതില്? ഫ്ലൂയിഡ് ക്ലച്ചിൽ. അപ്പൊ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്ലൂയിഡ് ക്ലച്ച് ആണെന്നുള്ള ഓർത്ത് വയ്ക്കുക. ക്ലച്ച് പെഡൽ ഇല്ലാത്ത ക്ലച്ച് ഏതാണെന്ന് ചോദിച്ചാലും അത് ഏതാണ്? ഫ്ലൂയിഡ് ക്ലച്ച് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അങ്ങനെ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം സെൻട്രിഫ്യൂഗൽ ക്ലച്ചിലും നമുക്ക് ഏതില്ല? നമുക്ക് ആക്സിലേഷൻ കൂടുന്നതിനനുസരിച്ചാണ് അതിനകത്ത് ക്ലച്ചിന്റെ ആക്ഷൻ വരുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ക്ലച്ചിൽ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ഈ ക്ലച്ച് പെഡൽ ഇല്ല എന്നുള്ളത് ഓർത്ത് വെച്ചാണ്. പിന്നെ ഈ ക്ലച്ച് പെഡൽ ഇല്ലാത്ത ഒരു ക്ലച്ച് ഏതാണെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇതുവരെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ എല്ലാം കൂടി തന്നിട്ട്, ഏത് ഈ സെൻട്രിഫ്യൂഗലും ഇതെല്ലാം കൂടി തന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ വരാവുന്നതേ ഉള്ളൂ. എന്നാലും കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അത്രയും പറയാനുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നത്, ആക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻ ദ ക്ലച്ച് വെൻ ദ പെഡൽ ഈസ് ഡീപ്രസ്ഡ്. ഡീപ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ ഡീപ്രസ്ഡ്? ചവിട്ടുമ്പോൾ, പ്രസ് ചെയ്യുമ്പോൾ
അല്ലെ? എന്ത് ചെയ്യും? എന്ത് സംഭവിക്കും? അതായത് ക്ലച്ച് when the pedal is depressed, പെഡൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത്, ചവിട്ടി താഴ്ത്തുന്ന സമയത്ത്, നമ്മൾ പെഡലിൽ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? പ്രഷർ പ്ലേറ്റ് കം ടു റെസ്റ്റ്, പ്രഷർ പ്ലേറ്റ് റെസ്റ്റിലേക്ക് വരും ആണോ? അതോ പ്രഷർ പ്ലേറ്റ് മൂവ്സ് അവേ ഫ്രം ദ ഫ്ലൈ വീലിൽ നിന്ന് വിട്ടുപോവുകയാണോ ചെയ്യണേ? ഡ്രൈവ് പ്ലേറ്റ് മൂവ്സ് ടുവാർഡ്സ് ദ ഫ്ലൈ വീൽ, ഡ്രൈവ് പ്ലേറ്റ് ഫ്ലൈ വീലിലേക്ക് അടുത്ത് വരികയാണോ ചെയ്യണേ? ഡ്രൈവ് പ്ലേറ്റ് സ്ലോ ഡൗൺ ദ ഫ്ലൈ വീൽ സ്പീഡ്, അതാണോ ചെയ്യണേ? ഫ്ലൈ വീൽ സ്പീഡിനെ സ്ലോ ഡൗൺ ചെയ്യുകയാണോ ചെയ്യണമെന്ന് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതായിരുന്നു ഇതല്ലാതെ മറ്റൊന്ന് ആൻസർ അല്ലെ? മോളത്തെ ഫസ്റ്റ് ആൻസർ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യത, എന്നാലും ആൻസർ ബി ആണ് ഇതിന്റെ ഉത്തരം. പ്രഷർ പ്ലേറ്റ് മൂവ്സ് അവേ ഫ്രം ദ ഫ്ലൈ വീൽ. ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഫിഗറും കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. ആ കൺസെപ്റ്റിന്റെ വെച്ചിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡീപ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ നാളെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുക. അപ്പൊ അങ്ങനെ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത്, പെഡല് നമ്മൾ ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ പ്ലേറ്റ് എവിടെ നിന്ന് വിട്ടുപോരും? ഫ്ലൈ വീലിന്റെ ഭാഗത്ത് നിന്ന് വിട്ടുപോരും. ഓർത്ത് വയ്ക്കും. ഓക്കെ. The clamping force on the lining of a single plate clutch is given by the clamping force on the lining, clamping force on a single plate clutch is given by ഏതാണ് സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ ക്ലാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്നത്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാമ്പിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് തള്ളി പിടിച്ചിരിക്കുന്ന ആ ഫോഴ്സ്, അതാണ് ക്ലാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിംഗിൾ പ്ലേറ്റ് ക്ലച്ചിൽ ഈ ക്ലാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്ന ഏതാണ്? സാധാരണ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ക്ലാമ്പിംഗ് ഫോഴ്സ് കൊടുക്കുന്ന ഏതൊക്കെയായിരുന്നു? കുറച്ച് സ്പ്രിങ്ങുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ സ്പ്രിംഗ് ആണെന്ന് നമ്മൾ ഓർത്ത് വെച്ചാൽ ആൻസർ വളരെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരികയാണ്. ഏതാണ് ആൻസർ? ന്യൂമാറ്റിക് സിലിണ്ടർ ആണോ, ഹൈഡ്രോളിക് സിലിണ്ടർ ആണോ, ഡയഫ്രം സ്പ്രിംഗ് ആണോ, സിംഗിൾ ഹെലിക്കൽ സ്പ്രിംഗ് ആണോ? ഏതാണ്? ഡയഫ്രം സ്പ്രിംഗ് ആണ്. ഡയഫ്രം സ്പ്രിംഗ് ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. മറ്റുള്ളതിലൊക്കെ എന്താണ് കൊടുക്കുന്നത്? കോയിൽ സ്പ്രിങ്ങുകളാണ്. കോയിൽ സ്പ്രിംഗ് ആണ് ഏത് കൊടുക്കുന്നത്? ഏത് മറ്റുള്ള ഡബിൾ അല്ലെങ്കിൽ സിംഗിൾ പ്ലേറ്റ് അല്ലെങ്കിൽ മൾട്ടി പ്ലേറ്റിലൊക്കെ ഏത് കൊടുക്കുന്നത്? ഈ കോയിൽ സ്പ്രിംഗ് ആണ് ഇതിന് ഏത് കൊടുക്കുന്നത്? ഇതിലേക്കുള്ള പ്രഷർ എക്സൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഓർത്ത് വയ്ക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ദ ഇൻഡിക്കേഷൻ ഓഫ് ഫെയിലിയർ ഓഫ് ദ ക്ലച്ച് പ്ലേറ്റ് ടു സെപ്പറേറ്റ് ഈസ്. എന്താണ് ഇൻഡിക്കേഷൻ? അതായത് ഫെയിലിയർ, ക്ലച്ച് പ്ലേറ്റിന്റെ സെപ്പറേറ്റ് ആവുമ്പോൾ, ക്ലച്ച് പ്ലേറ്റ് സെപ്പറേറ്റ് ആവുന്ന സമയത്ത് ഫെയിലിയർ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും? അതായത് ഈ ക്ലച്ച് പ്ലേറ്റ് ഫെയിലിയർ ആയി എന്നുള്ളത് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചെയ്യുക? എന്ത് ഇതാണ് നമുക്ക് കിട്ടുക? 12ാമത്തെ ആൻസർ ആണോ? സുഹേൽ ആണോ? അല്ല, സുഹേൽ തന്നിരിക്കുന്ന 12ാമത്തെ ആൻസർ ആണോ? ഓർഡർ എമിറ്റഡ് ഫ്രം, അതായത് ക്ലച്ച് പ്ലേറ്റിന്റെ സ്മെല്ല് വരുന്ന, ഓർഡർ എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ല് വരുന്നതാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ വൈബ്രേഷൻ വെൻ ദ വെഹിക്കിൾ മൂവ്സ് ഓഫ് ആണ് അടുത്ത ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വണ്ടി ഓടുന്ന സമയത്ത് വൈബ്രേഷൻ വരും. അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ഇൻ ഒബ്റ്റൈനിങ് ഫസ്റ്റ് ഗിയർ വിത്തൗട്ട് നോയ്സ്, അത് ഫസ്റ്റ് ഗിയറിൽ ഇടുമ്പോൾ നോയ്സ് വരും. രണ്ടാമത് അടുത്ത ഓപ്ഷൻ നോയ്സ് വെൻ ദ എൻജിൻ ഈസ് പുള്ളിങ് ഹാർഡ്. അപ്പൊ എൻജിനിലേക്ക് ലോഡ് കൂടാതെ പുള്ളിങ് ചെയ്യുന്ന സമയത്ത് ഹാർഡായിട്ട് ആ സമയത്ത് നോയ്സ് വരും എന്നുള്ളതൊക്കെയാണ് 4ാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഏതാ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? അതായത് ഇൻഡിക്കേഷൻ ഓഫ് ഫെയിലിയർ ഓഫ് ദ ക്ലച്ച് പ്ലേറ്റ് ടു സെപ്പറേറ്റ് ഈസ്. ഏതായിരുന്നു ആൻസർ? പലർക്കും പല ആൻസറാണ്. ഓർത്ത് വെക്കുക. ഡിഫിക്കൽട്ടി ഇൻ ഒബ്റ്റൈനിങ് ഫസ്റ്റ് ഗിയർ വിത്തൗട്ട് നോയ്സ് ആണ്. അതായത് ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന സമയത്ത് നോയ്സ് ഇല്ലാതെ ഇടാൻ പറ്റാതെ വരിക. ആ ഇടുന്ന സമയത്ത് ഒരു നോയ്സ് വരിക, കടകടയെന്നുള്ള ഒരു അടി വരിക. അങ്ങനെ അടി വരുന്നതാണ് ഏതിന്റെ ഇൻഡിക്കേഷൻ എന്നുള്ളത്? ക്ലച്ച് പ്ലേറ്റ് സെപ്പറേറ്റ് ആവുന്ന ഫെയിലിയർ ആയി എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് ഏതെന്നുള്ളത്. ആ ഒരു നമുക്ക് തന്നെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഈ ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ഗിയറിൽ വീഴാതെ നമ്മൾ ക്ലച്ച് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു കടകടയെന്നൊരു അടി കേൾക്കാം. ആ അടി എന്താണ്? അത് ഫെയിൽ. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പ്രസ് ചെയ്യും. ആ അടി കേട്ട ഉടനെ നമ്മൾ കാല് ഒന്നോടെ അമർത്തി പിടിക്കും അല്ലെ? അപ്പൊ ആ ക്ലച്ച് ക്ലിയർ ആയിട്ട് വീണിട്ടില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടില്ല എന്നുള്ളതിന്റെ ഇൻഡിക്കേഷൻ ആണ് ഏതെന്നുള്ളത്? ഡിഫിക്കൽട്ടി ഇൻ ഒബ്റ്റൈനിങ് ഫസ്റ്റ് ഗിയർ വിത്തൗട്ട് നോയ്സ് എന്ന് പറയുന്നത്. ഈ ഓർഡർ എമിറ്റഡ് ഫ്രം ക്ലച്ച് എന്നുള്ളത് അത് കുറെ നേരം വർക്ക് ചെയ്തു എന്നുള്ളതിന്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ആ ഓർഡർ വരിക എന്നുള്ളത്, അതായത് കുറെ നേരം കിടന്ന് വണ്ടി ഈ ക്ലച്ചിൽ ഒരഞ്ഞു ഓടി, അതായത് പാർഷ്യലി എൻഗേജ്ഡ് ആയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കണേ എന്നുള്ളതിന് മാത്രമാണ് ഈ ഓർഡർ വരിക, അതായത് സ്മെല്ല് വരുന്നത്. പിന്നെ വൈബ്രേഷൻ വരിക എന്നുള്ള വെഹിക്കിൾ മൂവ്സ് എന്ന് പറയുന്നത് അത് ഇതിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലാതെ വരുന്ന സമയത്താണ്. അതായത് ക്ലച്ച് പ്ലേറ്റിന്റെ അലൈൻമെന്റ് കറക്റ്റ് അല്ലാതെ വരുന്ന സമയത്താണ് ഏതെന്ന് പറയുന്നത് ക്ലച്ച് പ്ലേറ്റ് ഇട്ടത് അല്ലെങ്കിൽ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നത് കറക്റ്റ് അല്ലാത്ത രീതിയിൽ വരുമ്പോഴാണ് ഈ പറഞ്ഞ വൈബ്രേഷൻ വരിക. വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ വരും.
ഇനി നോയ്സ് വെൻ എഞ്ചിൻ ഈസ് പുള്ളിങ് ഹാർഡ് എന്ന് പറയുന്നത് സാധാരണ ഹൈ ലോഡ് വരുന്ന സമയത്താണ് അങ്ങനെ നോയ്സ് വരുള്ളൂ. അല്ലാതെ ക്ലച്ചിന്റെ ഒരു പ്രശ്നം കൊണ്ട് നോയ്സ് വരാൻ ഇങ്ങനെ വണ്ടി പുള്ളി ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ എഞ്ചിന് നോയ്സ് വരാനൊന്നും സാധ്യത ഇല്ല. ഓക്കെ, അടുത്ത ഇതിലേക്ക് ക്വസ്റ്റിനിലേക്ക് പോവാണ്. വിച്ച് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഡിസെൻഗേജ് ദ ഡ്രൈവ്സ് ആൻഡ് പ്രൊവൈഡ്സ് എ സ്മൂത്ത് ടേക്കപ്പ് ഓഫ് ദ ഡ്രൈവ്? വിച്ച് ട്രാൻസ്മിഷൻ യൂണിറ്റ് ഡിസെൻഗേജ് ദ ഡ്രൈവ് ആൻഡ് പ്രൊവൈഡ്സ് എ സ്മൂത്ത് ടേക്കപ്പ് ഓഫ് ദ ഡ്രൈവ്? ഏതായിരുന്നു ആൻസർ? ഏത് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ഏത് യൂണിറ്റ് ആണ് ഡിസെൻഗേജ് ചെയ്യുന്നത്, ഡ്രൈവ് സ്മൂത്ത് ആയിട്ട് ഡ്രൈവിനെ ഡിസെൻഗേജ് ചെയ്യാൻ അല്ലെങ്കിൽ ടേക്കപ്പ് പുതിയതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്? ഗിയർ ബോക്സ് ആണോ, ഫൈനൽ ഡ്രൈവ് ആണോ, ഡിഫറൻഷ്യൽ ആണോ, ക്ലച്ച് ആണോ? ഏതാണ് ആൻസർ? ഇതിനകത്ത് ചിന്തിക്കാൻ എന്തിരിക്കുന്നു അല്ലെ? ക്ലച്ച് ആണ്. ക്ലച്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ ക്ലച്ച് അല്ലാതെ വേറെ എന്ത് വരാം അല്ലെ? അപ്പൊ ക്ലച്ച് ആണ് ഇതിനകത്ത് ആൻസർ എന്നുള്ള ഓർമ്മിക്കുക. അടുത്ത, ക്ലച്ച് പ്ലേറ്റ് അസംബ്ലി ഹാസ് എ സെൻട്രൽ സ്റ്റീൽ ഡിസ്ക് റിവെറ്റഡ് വിത്ത് സ്പ്രിങ്സ് ഫോർ. The clutch plate assembly has a central steel disc riveted with springs. അത് എന്തിനു വേണ്ടിയാണ് ആ സ്പ്രിങ് കൊടുക്കുന്നത്? എന്തിനാണ്? അബ്സോർബിങ് ഷോക്ക്, റെഡ്യൂസിങ് നോയ്സ്, ഹയർ ഫ്ലെക്സിബിലിറ്റി, ഹയർ സ്ട്രെങ്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഏത് സ്പ്രിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്? ഏത് സ്പ്രിങ്ങിനെ കുറിച്ചാണ് പറയണേ? കുഷ്യൻ സ്പ്രിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? കുഷ്യൻ സ്പ്രിങ്ങിനെ കുറിച്ചാണ്. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്ത് വരും, കുഷ്യൻ സ്പ്രിങ് ആണ്. അല്ലെങ്കിൽ അതിന് വേറെ പേരെന്താ? വേറെ പേരെന്താ? കുഷ്യൻ സ്പ്രിങ് അല്ലെങ്കിൽ വേറൊരു പേരെന്തായിരുന്നു? പറയൂ, പേര് പറയൂ. പേര് കിട്ടുന്നില്ലേ? ടോർഷൻ സ്പ്രിങ്. ടോർഷൻ സ്പ്രിങ്. ടോർഷണൽ അല്ല, ടോർഷൻ സ്പ്രിങ്. ടോർഷൻ സ്പ്രിങ്, ഇതാണ് ഇതിന്റെ പേര്. ആ സ്പ്രിങ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അബ്സോർബിങ് ഷോക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ആ തിരിയണ സമയത്തുള്ള ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏതിന്. അത് എവിടേക്ക് പോകരുത്? ക്ലച്ച് ഷാഫ്റ്റ് വഴിയായിട്ട് ഗിയർ ബോക്സിലേക്ക് പോകരുത്. അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി അതിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുക? ടോർഷൻ സ്പ്രിങ് അല്ലെങ്കിൽ കുഷ്യൻ സ്പ്രിങ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിലവിടെ കുഷ്യനും ടോർഷനും ഒന്നും പറഞ്ഞിട്ടില്ല. എന്തേ പറഞ്ഞുള്ളൂ? ദ ക്ലച്ച് പ്ലേറ്റ് അസംബ്ലി ഹാസ് എ സെൻട്രൽ സ്റ്റീൽ ഡിസ്ക്. ക്ലച്ച് പ്ലേറ്റ് അസംബ്ലിക്ക് ഒരു സെൻട്രൽ സ്റ്റീൽ ഡിസ്ക് ഉണ്ട്. അതിന് അത് റിവെറ്റഡ് വിത്ത് സ്പ്രിങ്സ് ഫോർ. അതൊരു കുറഞ്ഞത് കുറെ സ്പ്രിങ്ങുകൾ റിവെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചോദ്യം. അപ്പൊ ആ സ്പ്രിങ് ഏതാണ്? കുഷ്യൻ സ്പ്രിങ്ങും ടോർഷൻ സ്പ്രിങ്ങും ആണ്. നേരത്തെ ഞാൻ പറഞ്ഞു, ക്ലച്ച് പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ് ഏതാണ്? ക്ലച്ച് പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ് ഓർത്ത് വെക്കുക. ക്ലച്ച് പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ് ഏത് സ്പ്രിങ് ആണ്? കുഷ്യൻ സ്പ്രിങ്ങും ടോർഷൻ സ്പ്രിങ്ങും ആണ്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രഷർ പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ്ങുകൾ ഏതൊക്കെയായിരുന്നു? പ്രഷർ പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ്ങുകൾ ഓക്കെ, കറക്റ്റ് ആയിട്ട് ആൻസറുകൾ വരുന്നുണ്ട്. കോയിൽ സ്പ്രിങ്ങുകൾ അല്ലെങ്കിൽ ഡയഫ്രം സ്പ്രിങ് ഒക്കെയാണ് ഏത് പറയുന്നത്? പ്രഷർ പ്ലേറ്റിൽ വരുന്ന സ്പ്രിങ്ങുകൾ. ഇനി അതല്ലാത്ത സ്പ്രിങ്ങുകൾ അതിനകത്തുണ്ട്, ചെറിയ ചെറിയ സ്പ്രിങ്ങുകളുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ പോകണ്ടാത്തതുകൊണ്ട് ഞാൻ പറയാം. ഓക്കെ, ഇതിനകത്ത് കുറച്ച് പിന്നുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് അത്ര ഡീറ്റെയിൽ പോകണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ, ദ ക്ലച്ച് ലൈനിങ് യൂസ്ഡ് ഇൻ പ്ലേറ്റ് അസംബ്ലി ഹാവ് ടു വിസ്റ്റാൻഡ് ഹൈ. ദ ക്ലച്ച് ലൈനിങ് യൂസ്ഡ് ഇൻ പ്ലേറ്റ് അസംബ്ലി ഹാവ് ടു വിസ്റ്റാൻഡ് ഹൈ. പ്രഷർ ആണോ, ടെമ്പറേച്ചർ ആണോ, പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ബോത്ത് ആണോ, ടോർക്ക് ആണോ? എന്ത് വിസ്റ്റാൻഡ് ചെയ്യണം? ആൻസറുകൾ പോന്നോട്ടെ. സോണറ്റ്, സുഹൈലൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ആൻസറുകൾ ചെയ്യുന്നുണ്ട്. ഏതാണ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത്? ടോർക്ക്, ഹൈ ടോർക്കിനെയാണ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ടെമ്പറേച്ചർ ഉണ്ടാവുന്നുണ്ട്, പ്രഷർ ഉണ്ടാവുന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ എന്താണ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ഹൈ എന്താണ് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത്? ടോർക്കിനെയാണ് വിസ്റ്റാൻഡ്. ഹൈ പ്രഷറും ടെമ്പറേച്ചറൊക്കെ അവിടെ ഉണ്ടാവും. ആ ലൈനിങ് മെറ്റീരിയൽ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ സാധനത്തിനൊക്കെ തേക്കണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വിസ്റ്റാൻഡ് ചെയ്യേണ്ടത് എന്തിനായിരിക്കണം? ടോർക്കിനെ ആയിരിക്കണം വിസ്റ്റാൻഡ് ചെയ്യേണ്ടതെന്ന് ഓർത്ത് വയ്ക്കുക. ഈ പറഞ്ഞ ഇതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യണം. ടെമ്പറേച്ചർ വിസ്റ്റാൻഡ് ചെയ്യണം. അതായത് അതുപോലെ തന്നെ എന്താ പറയാ, അവിടെ ഉണ്ടാവുന്ന പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യണം. എന്നാൽ ഏറ്റവും കൂടുതൽ വിസ്റ്റാൻഡ് ചെയ്യേണ്ട സാധനം ടോർക്കാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ടു ദ ഫംഗ്ഷനിങ് ഓഫ് ഫ്ലൂയിഡ് വിച്ച് വൺ ഓഫ് ദം ഈസ് നോട്ട് ട്രൂ. താഴെ തന്നിരിക്കുന്നതിൽ ട്രൂ അല്ലാത്തത് ഏതാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് മടുത്തിട്ടുണ്ടോ? സമയം നമ്മൾ 1.5 മണിക്കൂറിനോട് അടുത്തായി. മടുത്തിട്ടുണ്ടോ? നമുക്ക് നിർത്തണോ? നിർത്തണമെങ്കിൽ നമുക്ക് നിർത്താം. 1.5 മണിക്കൂറിനായി നമ്മൾ. ഇനി ഒരു 10-15 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, നിർത്തണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ശരി. ഞാൻ കുറച്ച് സ്പീഡാക്കാം. നമുക്കൊരു 1/2 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ നോക്കാം മാക്സിമം. ഓക്കെ, ശരി.
അപ്പോൾ the following statement relate to functioning of fluid coupling, which one of them is not true? അതായത് ഫ്ലൂയിഡ് കപ്ലിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതിൽ താഴ്ന്നിരിക്കുക ഏതാണ് ശരിയല്ലാത്തത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ the fluid coupling as a smooth power transfer without vibration and shock. അടുത്തതാണ് the fluid coupling housing is filled with 80% of fluid. More pedal force is required to disengage clutch in fluid coupling. Fluid coupling is used with the epicyclic gearbox. Okay. ഇതിൽ ഏതാണ് ഇതിനകത്ത് ശരിയല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ശരിയല്ലാത്തത്? ശരിയല്ലാത്തത് 16. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മോർ പെഡൽ ഫോഴ്സ് ഇസ് റിക്വയർഡ് ടു ഡിസെൻഗേജ് ക്ലച്ച് ഇൻ ഫ്ലൂയിഡ് കപ്ലിംഗ്. ഫ്ലൂയിഡ് കപ്ലിംഗിൽ എന്ത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞു, പെഡൽ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പെഡൽ ഇല്ലാത്തടത്ത് പെഡൽ ഫോഴ്സിന്റെ ആവശ്യമില്ല. ഓക്കെ, പെഡൽ ഇല്ലാത്തടത്ത് പെഡൽ ഫോഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സി ആണ്. അടുത്തത് ഇതിനകത്ത് പറഞ്ഞാൽ ഫ്ലൂയിഡ് കപ്ലിംഗ് ഹൗസിംഗ് ഈസ് ഫിൽഡ് വിത്ത്. അപ്പൊ എത്ര ശതമാനം ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും? 80% ഓയിൽ അതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ ഫ്ലൂയിഡ് കപ്ലിംഗ് ആസ് എ സ്മൂത്ത് പവർ ട്രാൻസ്ഫർ വിത്തൗട്ട് വൈബ്രേഷൻ. ഷോക്കും വൈബ്രേഷനും ഇല്ലാതെ പവർ ട്രാൻസ്മിഷന് അസിസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഫ്ലൂയിഡ് കപ്ലിംഗ് എന്നുള്ളത്. ഫ്ലൂയിഡ് കപ്ലിംഗ് വിത്ത് എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകളിലാണ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക ഓട്ടോമാറ്റിക് പവർ ട്രാൻസ്മിഷനിൽ ഉപയോഗിക്കുന്ന ഗിയർ ബോക്സ് ആണ് എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്. അപ്പൊ ആ ഗിയർ ബോക്സിലാണ് ഏത് ഉപയോഗിക്കുക? ഫ്ലൂയിഡ് കപ്ലിംഗ് ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് ഫോഴ്സ് the clutch can hold depends on dash between the clutch plate and the flywheel, and how much force the spring puts on the pressure plate. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? the amount of force the clutch can hold depends upon between the clutch plate and flywheel. ക്ലച്ച് പ്ലേറ്റും ഫ്ലൈവീലിന്റെയും ഇടയ്ക്കുള്ള എന്തോ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏതെന്നുള്ളത്. എമൗണ്ട് ഓഫ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിന്റെ ഇടയ്ക്കുള്ള എന്തോ ഒരു സാധനത്തിനെയാണ്. അപ്പൊ അത് എന്തിനെയാണ്? സോണറ്റ് ചോദിച്ചു. ഓൾഡ് ഓട്ടോമാറ്റിക്. അതെ, ഓൾഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലാണ് ഈ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് ഓൾഡ് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പൊ വരുന്ന ഈ BMW ചില വണ്ടികളിലൊക്കെ എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകളാണ് യൂസ് ചെയ്യുന്നത്. എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് നല്ല പവർഫുൾ ഗിയർ ബോക്സ്. വലിയ വണ്ടികളൊക്കെ ഇല്ലേ, അതായത് നമ്മുടെ ട്രക്കുകളൊക്കെ വരുന്നതിലൊക്കെ എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഈ BMW ഒക്കെ ട്രക്കുകളൊക്കെ വരുന്നില്ലേ, അങ്ങനെയുള്ള ട്രക്കുകളൊക്കെ വരുന്നില്ലേ ഈ യൂറോപ്യൻ, നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കാണില്ല. യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന ട്രക്കുകളൊക്കെ അധികം ഈ എപ്പിസൈക്ലിക് ഗിയർ ബോക്സുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് ഓർത്ത് വയ്ക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എമൗണ്ട് ഓഫ് ഫോഴ്സ്. എമൗണ്ട് ഓഫ് ഫോഴ്സിന് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ക്ലച്ച് പ്ലേറ്റിനെയും ഫ്ലൈവീലിന്റെ ഇടയ്ക്കുള്ള എന്തോ ഒരു സാധനം ഡിപ്പെൻഡ് ചെയ്യും. എന്തിനാണ്? ഡിസ്റ്റൻസ്, ഫ്രിക്ഷൻ, റിലേഷൻഷിപ്പ്, സൈസ്, എന്തിനായിരിക്കും? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്? ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എമൗണ്ട് ഓഫ് ഫോഴ്സ്. എത്ര ഫോഴ്സ് വേണം എന്നുള്ളത് ഈ ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. അതായത് ഹൗ മച്ച് ഫോഴ്സ് പുട്സ് ഓൺ പ്രഷർ പ്ലേറ്റ്. പ്രഷർ പ്ലേറ്റ് എത്ര അതായത് ആ സ്പ്രിങ്ങിന് എത്ര ഇത് കൊടുക്കണം, എത്ര പ്രഷർ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ ഫ്രിക്ഷനെ ഡിപ്പെൻഡ്. എന്തിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷൻ? ക്ലച്ച് പ്ലേറ്റിന്റെയും ഫ്ലൈവീലിന്റെ ഇടയ്ക്കുള്ള ഫ്രിക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് അനദർ നെയിം ഓഫ് ത്രോ ഔട്ട് ബിയറിംഗ്? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ബിയറിംഗിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ക്ലച്ചിൽ നമ്മൾ ഒരേ ഒരു ബിയറിംഗിനെ കുറിച്ചുള്ളൂ. ആ ബിയറിംഗിന്റെ പേരെന്തായിരുന്നു? ക്ലച്ച് ത്രോ ഔട്ട് ബിയറിംഗ് എന്നൊരു പേരുണ്ട്. വേറൊരു പേരും കൂടി ആ ബിയറിംഗിനുണ്ട്. എന്തായിരുന്നു ആ ബിയറിംഗിന്റെ പേര്? അതെ, മറ്റൊന്നുമല്ല, ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ ക്ലച്ച് റിലീസ് ബിയറിംഗ്. ടേൺ അറൗണ്ട് ബിയറിംഗ് അല്ല, ഫ്ലൈവീൽ ബിയറിംഗ് അല്ല, ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ് അല്ല. ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗ് ഏത് ബിയറിംഗ് ആണെന്ന് ഓർമ്മയുണ്ടോ? ഏത് ടൈപ്പ് ബിയറിംഗ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ് ഉപയോഗിക്കുന്ന ബിയറിംഗ്? കഴിഞ്ഞ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ എക്സാം ഏതായിരുന്നു? യെസ്, വെരി ഗുഡ്. പ്ലെയിൻ ഷെൽ ടൈപ്പ്. ഷെൽ ടൈപ്പ് ആണ് ക്രാങ്ക് ഷാഫ്റ്റ് ബിയറിംഗിന് ഉപയോഗിക്കുന്ന ബിയറിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ക്ലച്ച് റിലീസ് ബിയറിംഗിന്റെ മറ്റൊരു പേരാണ് ത്രോ ഔട്ട് ബിയറിംഗ്. ക്ലച്ച് റിലീസ് ബിയറിംഗ് അല്ലെങ്കിൽ ത്രോ ഔട്ട് ബിയറിംഗ് എന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതിലേക്ക് നമുക്ക് പോവാം. As the rotations per minute increases, weighted arms sink out and force the clutch to engage. This describes the operation of what type of clutch? ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വെയിറ്റഡ് ആം സിങ്ക് ചെയ്യാണ്. അപ്പോൾ അതിനകത്തുള്ള റൊട്ടേഷൻ റേറ്റ്, അതായത് RPM കൂടുന്നതനുസരിച്ച് ഇതിനെ സിങ്ക് ചെയ്യുന്നത് കൂടും. അപ്പൊ അങ്ങനെ സിങ്ക് ചെയ്യുന്നത് കൂടുന്ന സമയത്ത് ഫോഴ്സ്, ക്ലച്ചിലേക്കുള്ള ഫോഴ്സ് എൻഗേജ് ആവുന്നത് കൂടും. അത് ഏത് ടൈപ്പ് ക്ലച്ച് ആണ്? ഫ്ലൂയിഡ് കപ്ലിംഗ് ആണോ, മാഗ്നറ്റിക് ക്ലച്ച് ആണോ,
ബ്രേക്കിംഗ് ക്ലച്ച് ആണോ, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണോ? ഓ അതെ, മറ്റെല്ലാം എന്താണ് സെൻട്രിഫ്യൂഗൽ ആക്ഷൻ അല്ല ഈ പറഞ്ഞത് മുഴുവൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണ്, സെൻട്രിഫ്യൂഗൽ ക്ലച്ച് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോസ്റ്റ് കോമൺ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് ക്ലച്ചസ്? ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എന്താണ്? ഫ്രിക്ഷൻ മെറ്റീരിയൽ ഓൺ ദ ക്ലച്ച് മേക്സ് എ വിന്നിംഗ് നോയ്സ്. The friction material on the disc wears out. The friction material on the disc lasts too long. The friction material on the disc is spongy ആവുകയാണോ അല്ലെങ്കിൽ ലാസ്റ്റ് ടു ലോങ് ആവുകയാണോ? അതായത് ഫ്രിക്ഷൻ മെറ്റീരിയൽ കൂടുതൽ കാലം നിലനിൽക്കുകയാണ്, അതൊരു പ്രോബ്ലം ആണോ? അല്ല, അപ്പൊ അതൊരു പ്രോബ്ലം. ഫ്രിക്ഷൻ മെറ്റീരിയൽ ഓൺ ദ ഡിസ്ക് വിയേഴ്സ് ഔട്ട്, അതായത് തേഞ്ഞു തീരുകയാണ് അല്ലെ? സാധാരണ ഏറ്റവും കൂടുതൽ നമുക്കുള്ള പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ അത് തേഞ്ഞു തീരുന്നതുകൊണ്ടാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ആൻസർ എന്താണ്? 20ാമത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ദ ഫ്രിക്ഷൻ മെറ്റീരിയൽ ഓൺ ദ ഡിസ്ക് വിയേഴ്സ് ഔട്ട് ആണ് എപ്പോഴും ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും കൂടുതൽ വരുന്ന കോമൺ ആയിട്ട് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്. മറ്റു പ്രോബ്ലങ്ങൾ ഇല്ല എന്നല്ല പറഞ്ഞ, ഉണ്ട്. അതിൽ സി ഒന്നും പ്രോബ്ലമേ അല്ല. അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ വലിയ കിട്ടുന്നതാണ് അല്ലെ? ദ ക്ലച്ച് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്, ഏത് പ്രിൻസിപ്പിൾ ആണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്? ലിവർ പ്രിൻസിപ്പിൾ, പാസ്കൽ ലോ, ഫ്രിക്ഷൻ, പാരഡൈസ് ലോ, ഏത് പ്രിൻസിപ്പിൾ ആണ്? ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് അയ്യോ ഇങ്ങനെ ഇതിൽ പാസ്കൽ ആണോ പാരഡൈസ് ആണോ ലിവർ, ഇതിനോട് സാമ്യമുള്ള ഏതെങ്കിലും 1-2 കൂടി വരണം, അപ്പൊ അടിപൊളി അല്ലേ? അപ്പൊ ഏതായിരിക്കും? ഏത് ഫ്രിക്ഷൻ, ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്? മറ്റൊന്നാണ് അല്ലെ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഇല്ലാതെ ക്ലച്ച് ഇല്ല, ക്ലച്ച് ഇല്ലാതെ ഫ്രിക്ഷനും ഇല്ല. അപ്പം ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ഏത് പറയുന്നത്? ഏത് പ്രിൻസിപ്പിള്? ക്ലച്ചിന് ഫ്രിക്ഷൻ എന്ന പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലച്ച് വർക്ക് ചെയ്യുന്നത്. അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഇൻ ദിസ് ക്ലച്ച് ദർ ഈസ് നോ ക്ലച്ച് പെഡൽ. ഏത് ക്ലച്ചിലാണ്? സിംഗിൾ പ്ലേറ്റ്, സെൻട്രിഫ്യൂഗൽ, മൾട്ടി പ്ലേറ്റ്, ഡയഫ്രം ക്ലച്ച്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. സെൻട്രിഫ്യൂഗലിലാണോ, സിംഗിൾ പ്ലേറ്റിലാണോ, മൾട്ടി പ്ലേറ്റിലാണോ, അല്ലെങ്കിൽ ഡയഫ്രം ക്ലച്ചിലാണോ ക്ലച്ച് പെഡൽ ഇല്ലാത്തത്? അതെ, ഏതിലാണ്? ഉറപ്പായിട്ടും സെൻട്രിഫ്യൂഗൽ. RPM കൂടുന്നതനുസരിച്ച് എൻഗേജ് ആവും, ഡിസെൻഗേജ് ആവും. RPM കുറയുമ്പോൾ ഡിസെൻഗേജ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് തന്നെ എന്ത് വേണ്ട? ഇതേപോലെ തന്നെ മറ്റൊരു ക്ലച്ചാണ് ഏത്? ഫ്ലൂയിഡ് ക്ലച്ച്. ഫ്ലൂയിഡ് ക്ലച്ച് എന്തില്ല? പെഡലില്ല. ഇനി പെഡലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് അവിടെ പറയാം നമുക്ക്. ഇൻ വിച്ച് സ്പീഡ് ദ ഡിസെൻഗേജ്മെന്റ് ഈസ് ഇമ്പോസിബിൾ ഇൻ സെൻട്രിഫ്യൂഗൽ ക്ലച്ച്? ഏത് സ്പീഡിലാണ് സെൻട്രിഫ്യൂഗൽ ക്ലച്ചില് ഡിസെൻഗേജ്മെന്റ് പോസിബിൾ അല്ലാത്തത്? അതായത് ആ സ്പീഡില് ഡിസെൻഗേജ്മെന്റ് പോസിബിൾ അല്ല. അതിലും സ്പീഡ് കുറഞ്ഞാൽ മാത്രമേ ഡിസെൻഗേജ് ആവുള്ളൂ. നേരത്തെ പറഞ്ഞു RPM കൂടുന്നതനുസരിച്ച് നമുക്ക് എൻഗേജ് ആവുമെന്ന് പറഞ്ഞു അല്ലെ? എൻഗേജ് ആവുന്നുണ്ട്. ഈ ഒരു പർട്ടിക്കുലർ സ്പീഡിലേക്കാളും കുറഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ? ഇത് ഡിസെൻഗേജ് ആവുള്ളൂ. അത് ഏതാണ് പർട്ടിക്കുലർ പോയിന്റ്? RPM എന്നാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സെൻട്രിഫ്യൂഗൽ ക്ലച്ചിൽ ഈ ഒരു RPM-ൽ എത്തിയാൽ മാത്രമേ അത് ഡിസെൻഗേജ് ആവുള്ളൂ, പോസിബിൾ ആവുള്ളൂ. ഡിസെൻഗേജ് പോസിബിൾ. ഏതായിരുന്നു? സുഹേൽ കറക്റ്റ് ആയിട്ട് ആൻസർ. മറ്റുള്ളവരൊന്നും ആൻസർ തരുന്നില്ലല്ലോ. വേഗം പോരട്ടെ. സോണറ്റ്. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 1000 RPM ആണ്. ഓർത്ത് വയ്ക്കുക, 1000 RPM-ലേക്ക് താഴേക്ക് പോന്നാൽ മാത്രമേ എന്താവുള്ളൂ? സെൻട്രിഫ്യൂഗൽ ക്ലച്ചിന് അതിന്റെ ഡിസെൻഗേജ്മെന്റ് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. അടുത്ത്, വേർ ദ ക്ലച്ച് ലൈനിങ് ഈസ് ഫിക്സഡ്. ക്ലച്ച് ലൈനിങ് എവിടെയാണ് ഫിക്സ് ചെയ്യുന്നത്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്ലൈ വീലിലാണോ, ബോത്ത് എഡ്ജസ് ഓഫ് ദ ക്ലച്ച് പ്ലേറ്റിലാണോ, പ്രഷർ പ്ലേറ്റിലാണോ, ബോത്ത് B and C ആണോ? എവിടെയാണ്? ബോത്ത് എഡ്ജസ് ഓഫ് ക്ലച്ച് പ്ലേറ്റിലാണോ, ഫ്ലൈ വീലിലാണോ, പ്രഷർ പ്ലേറ്റിലാണോ, ബോത്ത് B and C ആണോ? അതായത് ഫ്ലൈ വീലിലും പ്രഷർ പ്ലേറ്റിലും കൂടിയാണോ ഇത് കൊടുക്കുന്നത്? എവിടെയാണ്? മറ്റെവിടെയല്ല, ബോത്ത് എഡ്ജസ് ഓഫ്. കറക്റ്റ് ആയിട്ട് എല്ലാവരും ആൻസർ ചെയ്യുന്നുണ്ട്. ദിലീപ്, സോണറ്റ്, വിഷ്ണു. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് വന്നിരിക്കുന്നത്. ബോത്ത് എഡ്ജസ് ഓഫ്. ഒരു സൈഡിൽ മാത്രമല്ല, 2 സൈഡിൽ. എന്തുകൊണ്ടാണ് 2 സൈഡിൽ കൊടുക്കുന്നത്? ഒരു സൈഡ് എവിടെ ടച്ച് ആവും? എന്ന് പറയാമോ? ഒരു സൈഡ് എവിടെ ടച്ച് ആവും? ഫ്ലൈ വീലിൽ. ഓക്കെ, കറക്റ്റ്. അടുത്ത സൈഡ് എവിടെ ടച്ച് ആവും? എവിടെയെങ്കിലും ടച്ച് ആവുന്നുണ്ടോ? അതോ വെറുതെ വായിൽ നിൽക്കുകയാണോ? അതെ, കറക്റ്റ് ആയിട്ട്. അപ്പൊ ഒരു സൈഡ് ഫ്ലൈ വീലിലും മറ്റൊരു സൈഡ് എവിടെ ടച്ച് ആവും? പ്രഷർ പ്ലേറ്റിലും ടച്ച് ആവുന്നത് കൊണ്ടാണ് അവിടെ 2 സൈഡിലും എന്ത് കൊടുക്കുന്നത്? ലൈനിങ് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്.
In transmission system, the clutch is placed in ഏതാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തില് ക്ലച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? സെക്കൻഡ്, ഫസ്റ്റ്, ഫോർത്ത്, സിക്സ്ത് എവിടെയാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തില് ക്ലച്ച് പ്ലേസ് ചെയ്തിരിക്കുന്നത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? പല ആൻസറുകളൊക്കെ വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. എനിക്കറിയാം കൺഫ്യൂഷൻ വരുന്നുള്ളത്. ട്രാൻസ്മിഷൻ സിസ്റ്റം ഓർത്ത് വെക്കുക. ട്രാൻസ്മിഷൻ സിസ്റ്റം എന്തൊക്കെ വരും? ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ വരും? ക്ലച്ച്, അടുത്തത് ഗിയർ ബോക്സ്, അടുത്തത് പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, അടുത്തത് ഡിഫറൻഷ്യൽ അല്ലേ? സോറി. അപ്പൊ ഇതിൽ ക്ലച്ച് എത്രാമത്തെ സ്ഥാനത്താ? ഒന്നാമത്തെ സ്ഥാനത്തല്ലേ? അതുകൊണ്ട് തന്നെ ആൻസർ ബി കറക്റ്റ്. ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച് എവിടെ പ്ലേസ് ചെയ്യുന്ന വെച്ചാൽ ഫസ്റ്റ് പ്ലേസിലാണ് കൊടുക്കുക. ഒന്നാമത്തെ സ്ഥാനം ഏതിനാണുള്ളത്? ക്ലച്ച് ആണ്. തുടക്കം ക്ലച്ച് എന്നാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിന്റെ. കൺഫ്യൂഷൻ ആവരുത്. ക്ലിയർ ആണെന്തോ? ട്രാൻസ്മിഷൻ എന്താണോ സിസ്റ്റം എന്താണെന്നുള്ള ഓർത്ത് വെക്കുക. എവിടുന്ന തുടങ്ങുന്നത്? ഞാൻ ഫസ്റ്റ് ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞാണ് എഞ്ചിൻ നിന്നാണ് നമ്മൾ പവർ എടുക്കുന്നത്. അപ്പൊ നമ്മൾ എഞ്ചിൻ എന്നുള്ള പവർ എന്നുള്ളത് നമ്മൾ ഓർത്ത് വെച്ചിട്ട് എഞ്ചിൻ ഫസ്റ്റ് കൊണ്ട് കുത്തരുത്. എന്താണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തില്ല? എഞ്ചിൻ ഇല്ല. എഞ്ചിൻ കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. മൾട്ടി പ്ലേറ്റ് ക്ലച്ച് ഈസ് യൂസ്ഡ് ഇൻ 2 വീലർ, 4 വീൽഡ് വെഹിക്കിൾസ്, 6 വീൽഡ് വെഹിക്കിൾ, 3 വീൽഡ് വെഹിക്കിൾസ്. എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക? ഇതിനകത്ത് കൺഫ്യൂഷന്റെ ആവശ്യമില്ല. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. 2 വീൽഡ് വെഹിക്കിൾസിലാണ് നമ്മൾ മൾട്ടി പ്ലേറ്റ് ക്ലച്ച് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞു. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന്റെ തന്നെ കണ്ടാണ്. വെറ്റ് ക്ലച്ച് ആണ് ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്നത്. വെറ്റ് ക്ലച്ച് ആണ്, അതായത് ഓയിലിൽ ഇമ്മേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലച്ചുകളാണ് 2 വീലറുകൾ. അതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷണൽ ഏരിയ കൂടുതൽ വേണം. ഫ്രിക്ഷണൽ ഏരിയ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഫ്രിക്ഷൻ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ക്ലച്ച് പ്ലേറ്റുകൾ കൂടുതൽ എണ്ണം ആവശ്യമുണ്ട്. അങ്ങനെ കൂടുതൽ എണ്ണം ആവശ്യമുള്ളതിന് അങ്ങനെ കൊടുക്കുന്നതിന് പറഞ്ഞ പേരാണ് മൾട്ടി പ്ലേറ്റ് ക്ലച്ച്. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ കുറച്ച് 1-2 കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്ലാസ് വിടുന്നുണ്ട്. ക്ലച്ച് ക്യാൻ ട്രാൻസ്മിറ്റ് 150% മാക്സിമം എഞ്ചിൻ ടോർക്ക്. അതായത് ഇതിന്റെ അർത്ഥം നമ്മൾ ചെയ്തതിനെ എഞ്ചിൻ ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1500 RPM ഒരു 100 HP പവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് സപ്പോസ്. അതിന്റെ അർത്ഥം ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ അത് 100 എന്നുള്ളത് 150 ആവുന്നല്ല അതിന്റെ അർത്ഥം. ഇവിടെ പറഞ്ഞിരിക്കുന്ന അർത്ഥം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് ക്ലച്ച് ഡിസൈൻ ചെയ്യുന്ന എന്തിനു എത്ര കൊടുക്കാനാണ്? 150% വരെ കൊടുക്കാൻ രീതിയിലാണ് ഏതുകൊണ്ടാണ് എഞ്ചിൻ ടോർക്കിന്റെ 150% ഇതിലാണ് ഏത് ചെയ്യുന്നത്? ക്ലച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ക്ലച്ച് ക്യാൻ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എത്ര വെച്ച് ചെയ്യാൻ പറ്റും? 150% വരെ കൊടുക്കാൻ പറ്റും. ആ എഞ്ചിന്റെ ഒരു എഞ്ചിനിൽ ഒരു ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ആ ക്ലച്ച് ഏത് ക്ലച്ചാ ഉപയോഗിക്കുക? ആ എഞ്ചിന്റെ മാക്സിമം ടോർക്കിന്റെ 150% കൂടി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലച്ചാണ് അതിനകത്ത് ഉപയോഗിക്കുക എന്നുള്ള ഓർത്ത്. ക്ലിയർ ആയോ? പോയിന്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? ആണെങ്കിൽ ഒരു തംസപ്പ് എങ്കിലും. ഓക്കെ, ശരി. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചിന്തിക്കരുത് ഈ ക്ലച്ച് ഉപയോഗിച്ചാൽ 150% ആക്കി കൊടുക്കുക, അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാതെ എന്ന് വിചാരിക്കരുത്. മൾട്ടിപ്ലൈ കൊടുക്കുകയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് ഇനേർഷ്യ ഓഫ് ദ റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദ ക്ലച്ച് ഷുഡ് ബി മിനിമം ആയിരിക്കണം. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞതാണ്. എന്താ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ? ഒരു ഇതിന്റെ തടസ്സപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ. അത് പോസിറ്റീവ് സൈഡ് അല്ല ശരിക്കും. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. അപ്പൊ ആ ഇനേർഷ്യ ഈ ഒരു വസ്തു ഒരു ചലനാവസ്ഥയിലാണെങ്കിൽ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കാനുള്ള അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി. അപ്പൊ അതിനെ ഏറ്റവും മിനിമം ആയിരിക്കണം ഏതിൽ പറഞ്ഞത്? ഈ ക്ലച്ച് റൊട്ടേറ്റിംഗ് പാർട്സിന് ക്ലച്ചിലുള്ള റൊട്ടേറ്റിംഗ് പാർട്സ് ഏറ്റവും മിനിമം ആയിരിക്കണം അതുണ്ടാവുന്നത്. The coefficient of friction of the clutch facing is approximate. അപ്പോൾ coefficient of friction coefficient എത്രയായിരിക്കണം? 0.4 ആയിരിക്കണം. അപ്രോക്സിമേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്ന അപ്രോക്സിമേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 0.4 ആണ്. The maximum intensity of pressure which the clutch facing can withstand, അതായത് ക്ലച്ചിന്റെ ഫേസിന് വിസ്റ്റാൻഡ് ചെയ്യാവുന്ന മാക്സിമം ഇന്റൻസിറ്റി എന്നുള്ളത് 100 kPa ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. 100 kPa ആണ് മാക്സിമം. പിന്നെ ഇതിന്റെ ഫ്രീ പെഡൽ പ്ലെയിൻ കാർ ക്ലച്ച് ഇസ് അബൌട്ട്, അതായത് നമ്മൾ പെഡലിൽ ചവിട്ടുന്ന സമയത്ത് നമ്മൾ ചവിട്ടി തുടങ്ങുമ്പോൾ തന്നെ ക്ലച്ച് ഡിസെൻഗേജ് ആവില്ല.
കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഡിസെൻഗേജ് ആവാൻ തുടങ്ങുള്ളൂ. അപ്പൊ ആ ഒരു ഫ്രീ ആയിട്ട് വെച്ചിരിക്കുന്ന കുറച്ചൊരു ഇതുണ്ട്. അതായത് ഇൻ കേസ് നമ്മൾ കാലം തട്ടിയാൽ പോലും ഡിസെൻഗേജ് ആവരുത്, അതിനു വേണ്ടി നമുക്ക് കൊടുക്കുന്ന ആ ഒരു മിനിമം ഗ്യാപ്പ് ഉണ്ട്. ഒരു മിനിമം ഡിസ്റ്റൻസ് നമ്മൾ അമർന്നാൽ മാത്രമേ അതിലേക്ക് എത്തുള്ളൂ. അപ്പൊ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 30 mm ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമ്മുടെ കാറുകളിലൊക്കെ കൊടുക്കുക 30 mm ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അത് ചോദിച്ചു കണ്ടിട്ടുള്ള പ്രീപെയ്ഡ് പ്ലെയിൻ കാർ ക്ലച്ചസ് എബൌട്ട് 30 mm ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട്, നമുക്ക് ഒരുപാട് സമയം വൈകിയിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും സമയം കൂടുതലായി. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്തോ ചോദിക്കാം. ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും അതിൻ്റെ പേട്ടെ ഓക്കെ അല്ലേ? നമ്പർ പിന്നെ സാറിന്റെ നമ്പർ തന്നെ വിളിച്ചാൽ മതി, അതിൽ തന്നെ കിട്ടും. അല്ലെങ്കിൽ സാറുടെ അടുത്ത് നിന്ന് എൻ്റെ നമ്പർ കിട്ടും. ഓക്കെ, കോളേജിന്റെ നമ്പറിലേക്ക് വിളിച്ചാൽ ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് തരാം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. നോ പ്രോബ്ലം. ഓക്കെ, ഡൗട്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് സമയം വഴിയുണ്ട്. ബാക്കിയുള്ള ഡൗട്ടുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തീർക്കാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചാറ്റിലോ ഇടുക. അപ്പൊ ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം ഇതിനകത്തുള്ള ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട്, സുഖനിദ്ര ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും ഒരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.